നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ ഉയർത്താം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവ്, അവിടുന്ന് തൻ്റെ വാഗ്ദത്ത പ്രകാരം അവിടുത്തെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ചാരി നിൽക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ സഹായിപ്പാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ശക്തനായ നമ്മുടെ ദൈവം, അവൻ സൈന്യങ്ങളുടെ ദൈവമായി നമ്മോടുകൂടെ ഉണ്ട്. യാക്കോബിൻ്റെ ദൈവമായി, ദുർഗമായ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തോടും ആ സന്തോഷത്തോടും നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ പരിപാലിച്ച് ദിനംതോറും വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന വലിയവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവം എത്ര വലിയവനാണ്, എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നാം പാടിയതുപോലെ യഹോവ ദൈവമാണ്, വിശുദ്ധ ജാതി നാം അവൻ്റെ അവകാശമായ ജനമാണ്. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തെ, ആ കർത്താവിനെ നാം മഹത്വപ്പെടുത്തുക, നാം സ്തുതിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു എന്നുള്ള വചനം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഉന്നതനായ ദൈവം ഞങ്ങളുടെ മധ്യേ ഉള്ളതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുകയും ഞങ്ങളുടെ മധ്യത്തിൽ നടക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ, നിന്റെ കൃപയെ വർണ്ണിക്കുവാൻ, ദൈവമേ നിന്റെ വിടുതൽ അനുഭവിപ്പാൻ, നിന്റെ സാന്നിധ്യത്തിൻ്റെ തണലിൽ കർത്താവെ സന്തോഷം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ കൂടി വരവിനെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളെ ആളുകൾ ചുരുക്കമാകുന്നെങ്കിലും കർത്താവെ, നീ വലിയവനായ ദൈവമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. നീ ആത്മാക്കളുടെ ഒരുക്കമാണല്ലോ അവിടുന്ന് പ്രസാദിക്കുന്നത്. ദൈവമായ കർത്താവെ, തകർന്ന് നുറുങ്ങിയും എനിക്ക് ഹൃദയത്തെ നിരസിക്കാത്തൊരു ദൈവം ഞങ്ങൾക്കുണ്ട് കർത്താവെ. ഞങ്ങളതാണ് ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ പ്രത്യാശ. ഈ വലിയ അനർത്ഥങ്ങളിലും ആപത്തുകളിലെല്ലാം ഞങ്ങളെ കാത്ത് സൂക്ഷിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ എത്ര വലിയവനാണെന്നൊരു പ്രാവശ്യം കൂടി നിന്നെ വർണ്ണിപ്പാൻ ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷം അല്പസമയം വേർതിരിച്ച് ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവമേ, നിന്റെ വലിയ അനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതുകൊണ്ട് സ്തോത്രം. പിന്നെയും ഞങ്ങൾ നന്ദി പറയുക. ഹല്ലേലൂയ. വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവസന്നിധിയിൽ നന്മ പ്രാപിപ്പാൻ ദൈവമായ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളേറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ താണിരിപ്പാൻ തക്കവണ്ണം കർത്താവെ, തക്ക സമയത്ത് അവിടുന്ന് ഞങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് വിശ്വസ്തനാണല്ലോ. അവിടുത്തെ സന്നിധിയിൽ താണിരിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകണമേ. ദൈവമേ, ഞങ്ങൾ അല്പസമയം ചിലവഴിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ വേറിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായി തീരല്ലേ. അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇവിടെ കൂടി വരുന്ന ഓരോ മക്കളെയും ദൈവമേ നീ സന്ദർശിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങൾ വേറിട്ടിരുന്ന് അങ്ങ് ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമായി, ആശ്വാസമായി, വിടുതലായി, സമാധാനമായി ഞങ്ങൾ ഉള്ളങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ആരാധിച്ച് വിടുതൽ കാണുവാൻ ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കണമേ. വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. വചനത്തിലൂടെ ഞങ്ങൾ ഇടവകയോട് അവിടുന്ന് ഇടപെടണമേ. ദൈവമായ കർത്താവേ, വലിയ ജീവന്റെ അനുഭവത്തിൽ, ജീവന്റെ സമൃദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ശുശ്രൂഷിപ്പാൻ അടിങ്ങളുടെ മധ്യേക്ക് അവിടുന്ന് അയച്ച ദൈവദാസനായിട്ട് സ്തോത്രം. എൻ്റെ മകനെ കർത്താവ് അനുഗ്രഹിക്കുകയും ക്രൂശിൻ്റെ ചൂടിൽ മറയ്ക്കുകയും ചെയ്യണമേ. കർത്താവ്, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചന നിന്റെ മകൻ്റെ കൂടെ നൽകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നൊരു മകനായി തീരട്ടെ കർത്താവെ. ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയ ജനത്തെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓരോ പ്രാർത്ഥനകളും കർത്താവെ ജനങ്ങൾ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവം വലിയ വിടുതലിൻ്റെ സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് മഹത്വമെടുക്കണം. യേശു മശിഹാ മൂലം ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത്രയും പേര് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. നാം വചനത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു നിമിഷം ഒരു വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അത് അനുഗ്രഹമാക്കി നാം തീർക്കണം.
അനുഗ്രഹമാക്കി തീർക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷമായിട്ട് മാറുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ്. ദൈവാലയത്തിലേക്ക് പോകുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു പ്രേരണ തരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് ഇപ്പോഴും കർത്താവിനോടൊപ്പം വലിയൊരു പുരുഷാരം ഈ ലോകത്തിലുണ്ടായി. എന്നാൽ ഒരു ചെറിയ കൂട്ടമാണ് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചത്. അവർ വിട്ടുപോകാതെ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നു. അവരോട് യേശു ഒരു ചോദ്യം ചോദിച്ചു, അല്ലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചും ഞങ്ങൾ അറിഞ്ഞും ഇരിക്കുന്നു എന്നാണ്. അതാ ഈ നാളിൽ നമുക്ക് ആവശ്യം. ദൈവം നിത്യജീവൻ്റെ വചനം കയ്യിലുള്ളത്, നിത്യജീവനായ കർത്താവ് അവനുണ്ട്. നമുക്ക് അവൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ വേറെ എവിടെയാണ് പോകുക? ആ വിശ്വാസവും അറിവുമാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചു കുറച്ചുകൂടെ ആളുകളൊക്കെ കാണും എന്ന് വിചാരിച്ചു. എന്തുകൊണ്ടോ നമുക്ക് അറിയുന്നൂടാ, വന്നിട്ടില്ല. എങ്കിലും ഇനിയുള്ള പ്രാർത്ഥനകളിലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹവിശ്വാസികളെ ഒന്ന് പ്രേരിപ്പിച്ച് നമുക്കൊന്നിരിക്കാം ദൈവസന്നിധിയിൽ. ധാരാളം ആവശ്യങ്ങൾ സഭയ്ക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സഭാ മക്കൾക്ക് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിലാണ് നമുക്ക് പരിഹാരം കാണാൻ കഴിയുക. അതിന് പുറത്തല്ല. ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവസന്നിധിയുടെ പുറത്തല്ല എന്ന് നാം എപ്പോഴും ഓർക്കണം. ദൈവസന്നിധിയിലാണ്. ദൈവസന്നിധിയാണ് നമ്മുടെ ആശ്രയം, നമ്മുടെ ശരണം. അതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലേ, ഓടി വരാൻ ഉള്ള ഒരിടമാണ് ദൈവത്തിൻ്റെ കൃപാസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കടന്നു വന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ കൂട്ടായ്മ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിലൂടെ അറിയിച്ചതുപോലെ, പള്ളിയിൽ അനൗൺസ് ചെയ്തതുപോലെ, നമ്മുടെ മധ്യേ ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നൽകിത്തരാൻ വന്നിട്ടുള്ളത് ശ്രീ ഉമ്മൻ ജോൺ അവരുകളാണ്. അദ്ദേഹം ദീർഘവർഷങ്ങൾ ക്യാമ്പസ് ക്രൂസേഡിൻ്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കുടുംബമായി താമസിക്കുന്നു. 3 കുഞ്ഞുങ്ങളാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമാണുള്ളത്. ഞാൻ എൻ്റെ സാക്ഷ്യം അല്പമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വീടിൻ്റെ സമീപത്താണ് ഇവർ അടിമാലിയിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വരുന്നത്. 1986 വർഷത്തിലാണ്, 86-ലാണ്. അങ്ങനെ എന്നെ ഞങ്ങൾ പരിചയപ്പെടുകയും എന്നോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും, ഞാൻ ഒരു പാരമ്പര്യ ക്രിസ്തീയ CSI ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളായിരുന്നെങ്കിലും വ്യക്തിപരമായ ഒരു ദൈവാശ്രയമോ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവമോ ഇല്ലാതെ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനായി. എന്നാൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ എനിക്കിടയായി, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുവാനിടയായി. അതിനെല്ലാം മുഖാന്തരമായത് ക്യാമ്പസ് പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് പ്രിയ കൊച്ചുമോൻ ബ്രദറാണ്. കൊച്ചുമോനെന്നാണ് എൻ്റെ വിളിക്കുന്നത്. കൊച്ചുമോൻ ബ്രദറാണ്. അതുകൊണ്ട് ആ ഒരു കടപ്പാടും നന്ദിയും എനിക്ക് എപ്പോഴും ഉണ്ട്. കുറേ നാളുകളായിട്ട് ശുശ്രൂഷയ്ക്കൊന്നും പോകാൻ കഴിയാതെ അദ്ദേഹം നമ്മുടെ കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലുമൊക്കെ കൺവെൻഷൻ പ്രസംഗത്തിനായിട്ട് പോകുന്ന വ്യക്തിയാണ്. നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോകാൻ സാധിക്കുന്നില്ലല്ലോ കുറച്ച് നാളുകളായി. അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നു. ഔദ്യോഗികമായിട്ട് സെക്രട്ടറി സുധീഷ് മാഷ് സ്വാഗതം അറിയിക്കും. എങ്കിലും ഞാൻ അദ്ദേഹം വന്നതിലുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് അനുഗ്രഹമായിരിക്കും. വചനം ഐശ്വര്യമായി അറിയിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഒരു വാക്ക് സ്വാഗതം ഒഫീഷ്യലായി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുധീഷ് മാസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിക്കാം. പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് നിങ്ങൾക്ക് എഴുതി തരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനുള്ള പേപ്പർ മിസ്റ്റർ ബി.ജി നിങ്ങൾക്ക് നൽകും. അതിൽ നിങ്ങൾക്ക് എഴുതി നൽകാവുന്നതാണ്. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ,
മറ്റ് സമാജങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒരിക്കൽ വീണ്ടും കൊടുത്തു വീണ്ടും ആരംഭിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം. വളരെ സന്തോഷം. ജനം കൂടുതലില്ലെങ്കിലും 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ അധികം ആളില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പള്ളികളിൽ മുമ്പ് പള്ളി നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ കൂടി വന്നാൽ 50 പേര്. അപ്പോൾ ഇത്ര പേരെങ്കിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്തിയതിൽ വളരെ സന്തോഷം. ശ്രീ ഉമ്മൻ സാറിനെയും ശേഷം എല്ലാവരും ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്തു. എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടായിരുന്നു ഒറ്റ വാചകത്തിൽ എഴുതുന്നത്. എല്ലാവർക്കും നമസ്കാരം.
സംഗീതത്തിൽ 17-ാം സംഗീതത്തിൽ ഈ സമയത്ത് വാക്യം 17-ാം സംഗീതത്തിൽ സഹോദരിമാരുടെ 17-ാം സംഗീതത്തിൽ വാക്യം സങ്കീർത്തനം 17. എൻ്റെ ശ്വാസം ക്ഷയിച്ചും എൻ്റെ ആയുസ് കെട്ടും പോകുന്നു. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിനങ്ങളിൽ നിന്നും എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ കണ്ടിട്ട് ഞാൻ എൻ്റെ നടുവ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എൻ്റെ കാൽ വഴുതില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നീ അത്ഭുത കാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം. നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്നു, ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ടെത്തുന്നു. ഇത് ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട മാത്യു ജോർജ് അച്ഛൻ, കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക സ്നേഹമാണ്. ആരാധനയ്ക്ക് ശേഷം പ്രാർത്ഥനയ്ക്കായി അല്പസമയം വേർതിരിച്ചത് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ വിജയരഹസ്യം. ക്രൈസ്തവ ലോകത്തിലെ ഒരു പ്രഗത്ഭനായ പ്രസംഗകനായിരുന്നു ഡോക്ടർ ബില്ലി ഗ്രഹാം. അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ഒരു മീറ്റിങ്ങിൻ്റെ നടുവിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഉടനെ അദ്ദേഹം പറഞ്ഞു, 3 കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും വിജയരഹസ്യം. ഉടനെ ആൾക്കാർ പേപ്പറും പേനയൊക്കെ എടുത്ത് എഴുതാൻ, കാരണം എന്താണെന്നറിയണമല്ലോ. അദ്ദേഹം പറഞ്ഞു, 1 പ്രാർത്ഥന. ഉടനെ ആൾക്കാർ വിചാരിച്ചു രണ്ടാമത്തെ വേർതിൽ സംഭവിക്കും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു 2 പ്രാർത്ഥന. വീണ്ടും 3ാമത് പറഞ്ഞു 3 പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രസംഗിക്കുന്നവർ പരാജയപ്പെടും, ലോകത്തെ കിടുകിട വിറപ്പിക്കുന്നവർ പരാജയപ്പെടും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടത്തില്ല. അവർ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പ്രിയരെ,
പ്രാർത്ഥനയ്ക്കായി അല്പസമയം വേർതിരിച്ചതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കുറച്ചുപേരേ ഉള്ളൂ, അതിൽ ദുഃഖിക്കേണ്ട. വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ആൾക്കാർ കൂടി വരാനായിട്ട് നിങ്ങളവരെ ഉത്സാഹിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ആത്മീക പുരോഗതിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ആവശ്യമുണ്ട്. ഈ പാലക്കാട് പട്ടണത്തിൻ്റെ നടുവിൽ ശക്തമായിട്ടുള്ളൊരു ശുശ്രൂഷയ്ക്കായി ഈ സഭയെ ദൈവം ഉപയോഗിക്കേണ്ടതിനാണ് ഈ നാളുകളിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ വലിയ വരം ദൈവം നമുക്ക് തരട്ടെ എന്ന് പരമാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ സുദീർഘമായ ഒരു കൺവെൻഷൻ പ്രസംഗം നടത്താനൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. വളരെ ശാന്തമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനമാണ് ഇപ്പം നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് വായിച്ചത്. ഏത് സങ്കീർത്തനമാണ്? 17-ാം സങ്കീർത്തനം. അതിൻ്റെ 1-ാം വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവ് തന്ന വലിയ പദവികൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഒരു ദിവസം കൂടെ, ഒരാഴ്ച കൂടെ ജീവിച്ചിരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി. ഇന്ന് ആലയത്തിൽ കടന്നു വന്ന് അവിടുത്തെ ആരാധിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അതിനുശേഷം അല്പസമയം പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ വേർതിരിച്ചിരിക്കും. ഞങ്ങൾ അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണം. ഞങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് തിരുവചനത്തിലൂടെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ മറച്ച് എല്ലാ മഹത്വവും കർത്താവ് ഏറ്റെടുത്ത് തിരുവചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ വളരെ വിനീതമായി ചോദിക്കുന്നു, കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരിയേറെ പഠനങ്ങൾ വിശുദ്ധ ബൈബിളുണ്ട്. അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒരിക്കലും ഞാൻ പോകുന്നില്ല. നമ്മൾ ഈ വായിച്ച സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് 2-3 ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ആഗ്രഹിക്കുകയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പുസ്തകം വായിച്ച് തീർക്കുന്നതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഉരുവിടുന്നതല്ല. പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരം, സംഭാഷണം. നമുക്കറിയാം, 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുഖത്തോട്ട് നോക്കി സംസാരിക്കാൻ കഴിയുമ്പോൾ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിയുമ്പോൾ ആ ആശയവിനിമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ദൈവത്തോട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി വർത്താനം പറയുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? പ്രാർത്ഥന. ഇപ്പോൾ ചിലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യ. നിങ്ങളങ്ങനെ പറയുന്നവരാണോ എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് പറയും? പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യ. ചിലർക്ക്, നിങ്ങളുടെ കാര്യമല്ല, ചില പള്ളിയിലൊക്കെ. അപ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് എനിക്ക് ദൈവവുമായി സംസാരിക്കാൻ അറിയത്തില്ലെന്ന്. ഇപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ പ്രത്യേക പ്രാസമോ സാഹിത്യമോ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ പിള്ളേർ, കുഞ്ഞു പിള്ളേർ, അവർ ഈ വർത്താനം പറയാൻ തുടങ്ങുമ്പോൾ എങ്ങനെ
അവരെന്നാ പറഞ്ഞത്? ഏത് ഭാഷ അവർ പറയുന്നത്? ഈ കൊച്ചു പിള്ളേർ ഏത് ഭാഷയാണ് പറയുന്നത്? സംസ്കൃതമാണോ, ഇംഗ്ലീഷാണോ, മലയാളമാണോ, എന്താ അവർ പറയുന്നത്? ആ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടോ, എന്നാ അതൊരു പിടിയില്ല. പക്ഷേ മാതാപിതാക്കൾക്ക് ഏറെക്കുറെ അവർ പറയുന്നതൊക്കെ അറിയാം, ഇല്ലേ? എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടല്ലേ ഞങ്ങൾക്ക്. അവർ കുഞ്ഞുനാളിൽ ഏതാണ്ടൊക്കെ പറയുന്നേക്കാം. പക്ഷേ പല ആവർത്തി അവർ പറയുമ്പോൾ ഞങ്ങൾക്കറിയാം അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ കർത്താവിന് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് പ്രാസമോ സാഹിത്യമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. 2 വാക്ക് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തെറ്റിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നാം എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമ്മുടെ കർത്താവിന് അറിയാം. അതുകൊണ്ട് തെറ്റിപ്പോകുമോ എന്ന് വിചാരിച്ചാലും പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രാർത്ഥന ദൈവത്തോടുള്ള ഒരു സംസാരമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് എന്താ? അങ്ങോട്ട് നോക്കി. 17-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് എന്താ? ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന. ഈ ഹെഡിങ്ങിൽ ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് 2 സങ്കീർത്തനങ്ങളെ ഉള്ളൂ. വേറെ പല ഹെഡിങ്ങുണ്ട്. ദാവീദിൻ്റെ ധ്യാനം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചമച്ചതെന്നൊക്കെ ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട്. പക്ഷെ ദാവീദിൻ്റെ പ്രാർത്ഥന എന്ന ഹെഡിങ്ങിൽ 2 സങ്കീർത്തനമേ ഉള്ളൂ. നിങ്ങളൊരു ഹോംവർക്കായിട്ട് മറ്റേതാണെന്ന് കണ്ടുപിടിക്കും. ഞാൻ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് വീട്ടിൽ പോയി ചുമ്മാ മറിച്ച് നോക്കുക. ദാവീദിൻ്റെ പ്രാർത്ഥന എന്നുള്ള ഹെഡിങ്ങിൽ എത്ര സങ്കീർത്തനമുണ്ട്? ഞാൻ നോക്കിയിട്ട് 2 കണ്ടുപിടിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താം. അപ്പോൾ അതിൽ ഒരെണ്ണമാണിത്. പിന്നെ പറഞ്ഞാൽ ദാവീദ് രാജാവാണ്. രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ പദവിയായി, ഭാഗ്യമായി കണക്കാക്കി. അതുകൊണ്ടാണല്ലോ ദാവീദിൻ്റെ പ്രാർത്ഥന എന്നുള്ള ഹെഡിങ്ങിൽ ഈ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. ഞാൻ ഈ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? 1-ാം വാക്യത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? അപ്പോൾ എന്താണ് പ്രാർത്ഥന എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറയും. എന്താ പ്രാർത്ഥന? ദൈവവുമായി സംസാരിക്കുക, വർത്താനം പറയുക. അതിന് വേറെ ഒരു ഫോർമാലിറ്റി ഇല്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വർത്താനം പറയാം. മക്കൾ വർത്താനം പറയുന്നത് ഒരിക്കലും അപ്പൻ അരോചകമായി തോന്നാറില്ല. എത്ര തിരക്കാണെങ്കിലും അപ്പൻ ചിലപ്പോഴൊക്കെ അല്ലേ കേൾക്കാൻ താല്പര്യം കാണിക്കും. അപ്പം നമ്മൾ വർത്താനം പറയുന്നത് കേൾക്കാൻ നമ്മുടെ ദൈവത്തിന് വലിയ ഇഷ്ടം. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ഭാഗത്ത് പറയുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വാക്യത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ. 1, ന്യായമായ പ്രാർത്ഥനയായിരിക്കണം. എങ്ങനെയാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്? യഹോവേ, ന്യായത്തെ കേൾക്കണമേ. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ പ്രാർത്ഥന ന്യായമാണെങ്കിൽ അത് കേൾക്കണം എന്നാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ ന്യായമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അന്യായമായ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ന്യായമായ പ്രാർത്ഥന. എന്താ ഈ ന്യായമല്ലാത്ത പ്രാർത്ഥന? എന്താ ന്യായമല്ലാത്ത പ്രാർത്ഥന? ഒത്തിരിയുണ്ട്. കർത്താവേ, ഈ പ്രാവശ്യത്തെ പൂജാബമ്പർ എനിക്കടിക്കണേ. കർത്താവേ, ഇന്നതെനിക്ക് ചെയ്തു തരണേ. അംബാനിയെപ്പോലെ ഒരു ധനികനാക്കി എന്നെ മാറ്റണേ. ടാറ്റായെപ്പോലെ ഒരു വലിയ മനുഷ്യനാക്കി എന്നെ മാറ്റണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥന അന്യായമാണ്. അത് ദൈവത്തിന് കേൾക്കാൻ താല്പര്യമില്ല. കർത്താവ് തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങളെ അംബാനിയെപ്പോലെ ആക്കണേ, ഞങ്ങളെ ടാറ്റായെപ്പോലെ ആക്കാനാണ് പഠിപ്പിച്ചത്. അല്ല, ഞങ്ങൾക്ക് ദിനം പ്രതി ആവശ്യമുള്ള ആഹാരം തരണേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതാണ് പ്രാർത്ഥന. അപ്പം ന്യായമായ പ്രാർത്ഥന മാത്രമേ കർത്താവ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ പിള്ളേർ തന്നെ വന്ന് അന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. മോൻ രാവിലെ വന്നിട്ട് പറയുക, അത് പപ്പയല്ലേ ഡാഡി, എനിക്ക് നാളെ ഒരു BMW കാർ മേടിച്ച് തരണം. മേടിച്ചു കൊടുക്കും.
എല്ലാവരെയും കൊണ്ട് ഇതൊന്നും പ്രായോഗികമാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, ന്യായമായ കാര്യമാണെങ്കിൽ നമ്മൾ കേൾക്കും. അപ്പോൾ എനിക്ക് നാളെ ഒരു പേന വേണം കേട്ടോ, എനിക്ക് നാളെ പഠിക്കാനുള്ള പുസ്തകം മേടിച്ച് തരണം കേട്ടോ, എനിക്ക് 2 നോട്ട്ബുക്ക് വേണം കേട്ടോ. ന്യായമായതാണെങ്കിൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കും. അന്യായമായതാണെങ്കിലോ കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. യാക്കോബ് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചാൽ, യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു ഇൻവോൾവ്മെൻറ്റ് വേണ്ട, അതുകൊണ്ടാണ്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. തപ്പി എടുത്തേ. ഒന്ന് ശ്രദ്ധിച്ച് എന്നെ മുതൽ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കി. ശ്രദ്ധ മാറിപ്പോകുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ യാചിക്കുന്നു എങ്കിലും, അത് ഒന്ന് ഭാഷാന്തരം ചെയ്താൽ എങ്ങനെ പറയാം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിലും വല്ലാതെ പ്രാർത്ഥിക്കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പ്രാർത്ഥന? കർത്താവേ, അങ്ങേ വീട്ടിലെ ചേട്ടന് ബെൻസിൻ്റെ കാറുണ്ട്, എനിക്കൊരു BMW എങ്കിലും തരണമേ. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് 2 നില വീടാണ്, എനിക്ക് 3 നിലയെങ്കിലും തരണേ. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് 95% മാർക്കുണ്ട്, എൻ്റെ കൊച്ചിന് 99% തരണേ. ഇതെന്ത് പ്രാർത്ഥന? അന്യായമായ പ്രാർത്ഥന. പക്ഷെ ന്യായമായത് ഇവിടെ യാക്കോബ് പറയുക, ചിലർ തങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് വല്ലാതെ പ്രാർത്ഥിക്കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഒരിക്കലൊരു അമ്മച്ചി ഒരു കേരള ഭാഗ്യക്കുറി എടുത്തു. അന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കലും നറുക്കെടുപ്പ്, അല്ലെ വല്ലപ്പോഴും ഒക്കെ. അപ്പം അമ്മച്ചി വിചാരിച്ച് ഈ ലോട്ടറി ടിക്കറ്റുമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും അമ്മച്ചി ഈ ലോട്ടറി ആയിട്ട് പള്ളിയിൽ വരും. നമ്മൾ ബൈബിൾ കൊണ്ട് വരുന്നതിന് പകരം അമ്മച്ചി ലോട്ടറി ആയിട്ട് പള്ളിയിൽ വന്ന് അതിങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിക്കും. ഒരു കൈയിൽ ലോട്ടറി, മറ്റേ കൈയിൻ്റെ മേളിൽ വെക്കും. കർത്താവേ, അടിക്കണേ അടിക്കണേ അടിക്കണേ, ഫസ്റ്റ് പ്രൈസ് അടിക്കണമെന്ന്. എല്ലാ ദിവസവും ഇങ്ങനെ കപ്പ്യാർ നോക്കുമ്പോൾ ഈ അമ്മച്ചി പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം കപ്പ്യാർ ഇങ്ങനെ മറഞ്ഞ് നോക്കിയപ്പോൾ ലോട്ടറി കൈ വെച്ചിട്ട് അടിക്കണേ അടിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കപ്പ്യാർ വിചാരിച്ച് ഏതായാലും ഈ അമ്മച്ചിക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ കപ്പ്യാർ ഇങ്ങനെ അൾത്താരയുടെ ഇങ്ങോട്ട് മറഞ്ഞു നിന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മകളെ, നിശ്ചയമായിട്ട് നിനക്കത് അടിക്കത്തില്ലെന്ന് പറഞ്ഞു. അമ്മച്ചി എഴുന്നേറ്റ് ചുറ്റോടൊക്കെ നോക്കി, ആരും കാണുന്നില്ല, തോന്നിയതായിരിക്കുന്നു. പിന്നെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, അടിക്കണേ അടിക്കണേ എന്നിങ്ങനെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കപ്പ്യാർ ഇച്ചിരൂടെ ഉറക്കെ പറഞ്ഞു, മോളെ, നിശ്ചയമായി നിനക്കത് അടിക്കത്തില്ല. ഉടനെ അമ്മച്ചി എഴുന്നേറ്റ് ചുറ്റുപാടുമൊക്കെ നോക്കി വെച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, ചുമ്മാതല്ലടാ, യഹൂദന്മാരന്ന് നിന്നെ പിടിച്ച് കുരിശേ തറച്ചത്. അമ്മച്ചിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അമ്മച്ചിയുടെ ധനത്തിൻ്റെ അതിമോഹം ദൈവം നടത്തി കൊടുക്കണം, അതിന് ലോട്ടറി അടിക്കണം. നോക്കിക്കേ, ദൈവത്തിൻ്റെ പരിപാടി നമുക്ക് ലോട്ടറി അടിപ്പിക്കുകയല്ല, നമ്മെ കോടീശ്വരന്മാരാക്കി മാറ്റുകയല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ന്യായമായിട്ടുള്ളതായിരിക്കണം. അതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ, അല്ലെ വേറൊരു ഭാഷാന്തരം പറഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമായിരിക്കണം. ദൈവഹിതപ്രകാരം. ന്യായമായ പ്രാർത്ഥന എന്നുള്ളതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷനാണ് എന്ത്? ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? കർത്താവേ, നിനക്കിഷ്ടമാണെങ്കിൽ ഈ കാര്യമൊന്ന് നടത്തിത്തരണം. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ നമ്മുടെ പിള്ളേരോട് പോലും ഇച്ചിരി മയമായിട്ട് പറഞ്ഞില്ല, അവന്മാർ ചെയ്യത്തില്ല. മോനെ, അതൊന്ന് ചെയ്യാവൂടാ, അത് ചെയ്യും, വേറെ പണി നോക്കാൻ പറയും. ചുമട്ടുകാരോട് പറഞ്ഞാൽ പോലും അങ്ങനെ, കൂലിപ്പണിക്കാരോട് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പൊ ദൈവം തമ്പുരാനോട് നമ്മൾ പറയുന്നത് അങ്ങനെ, കർത്താവേ, നീ അത് ചെയ്തോളും, യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുകയാണ്. ഇവിടെ ചില പുള്ളികൾ ദൈവത്തോട് കൽപ്പിക്കുകയാണ്. ആരുടെ? ദൈവത്തോട് കൽപ്പിക്കാൻ എന്ത് അവകാശമുണ്ട്?
നോ, അത് ഭയങ്കര തെറ്റാ. ദൈവത്തോട് കൽപ്പിക്കാൻ എനിക്ക് യാതൊരു അവകാശമില്ല. അപേക്ഷിക്കാം, കർത്താവേ നിനക്കിഷ്ടമാണെങ്കിൽ, നിനക്ക് ഹിതമാണെങ്കിൽ ഈ വിഷയം ഒന്ന് നടത്തിത്തരണം. ചില ഉപദേശിമാരുടെയും ചില പാസ്റ്റർമാരുടെയും ചില അച്ഛന്മാരുടെയും ഒക്കെ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ പോലും ഞെട്ടിത്തെറിച്ചു പോകും. എടാ, ദൈവം തമ്പുരാനോട് ആജ്ഞാപിക്കുക, നിന്നോട് ഞാൻ കൽപ്പിക്കുകയാണ്, ഇപ്പോൾ തന്നെ ഈ രോഗിയെ നീ സൗഖ്യമാക്കിക്കോളും. ശരിയാ, എനിക്കിങ്ങനെയുള്ളവരെ കാണുന്നത് പേടി കിട്ടും. കാരണം ഇവർ ദൈവത്തോട് കൽപ്പിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. എന്നിട്ട് ഈ കൽപ്പനയെല്ലാം കൽപ്പിച്ചിട്ട് തന്നെ ആശുപത്രിയുടെ എണ്ണം കൂടുന്നതല്ലാതെ, രോഗികളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒരെണ്ണം കുറയുന്നില്ല. പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകുകയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ച എത്രയോ ആൾക്കാർക്ക് ദൈവം സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, ദൈവം തമ്പുരാൻ അവരെ സൗഖ്യമാക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് അതിനൊരു മുഖാന്തരമായി എന്നെക്കൊണ്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എത്രയോ പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല, ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ അച്ഛനെ കൂടെ അതിനൊരു ഭാഗമാക്കിയെന്നുള്ളതേ ഉള്ളൂ. ഞാൻ കൽപ്പിച്ചത് കൊണ്ടോ ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ല. അതുകൊണ്ട് ദൈവത്തോട് കൽപ്പിക്കരുത്, ദൈവത്തോട് ആജ്ഞാപിക്കരുത്. ദൈവത്തോട് പറയണം, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കാര്യമൊന്ന് നടത്തിത്തരണം. നമുക്കറിയാം, പ്രാർത്ഥനയിൽ നമ്മുടെ ഏറ്റവും വലിയ മാതൃക യേശു ക്രിസ്തുവാണ്. അതിനേക്കാൾ വലിയ മാതൃകയില്ല. യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിലെത്തി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ഗത്സമനയിലെത്തി. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? കുരിശായി മരിക്കാൻ വേണ്ടി പോകും. അവിടെ മുട്ടുകുത്തി വിയർപ്പ് രക്തത്തുള്ളി പോലെ താഴോട്ട് വീഴുന്നു. എന്തായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്? കേൾക്കുന്നുണ്ടോ? ഉറങ്ങാണ്, അത് കേൾക്കുന്നുണ്ടോ? എന്തായിരുന്നു കർത്താവിൻ്റെ പ്രാർത്ഥന? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ. സാക്ഷാൽ ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നിട്ട് അങ്ങനെയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താ കർത്താവ് പറഞ്ഞ? പിതാവേ, കഴിയുമെങ്കിൽ ഈ ക്രൂശുമരണം ഒന്ന് ഒഴിവാക്കി തരണം. അതതിൻ്റെ അർത്ഥം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. കുഞ്ഞുങ്ങളുടെ വിവാഹം വരുമ്പോൾ ദൈവഹിതം നോക്കാറുണ്ടോ? നല്ല വാർക്ക വീടുണ്ടോ, വില കൂടിയ വണ്ടിയുണ്ടോ, കാണാൻ സുന്ദരനാണോ, നല്ല ജോലിയുണ്ടോ, അതിന് കുഴപ്പമില്ല. ഒരാഴ്ചയിലൊന്ന് പ്രാർത്ഥിച്ചോ, കർത്താവേ നിനക്ക് ഇഷ്ടമാണോ ഇത്? ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പള്ളിയിൽ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, നിനക്കിഷ്ടമുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ദൈവഹിതപ്രകാരമല്ലാത്തവർ കമ്മിറ്റിയിൽ വന്നാൽ ആ പള്ളി നശിക്കും. ദൈവഹിതപ്രകാരമല്ലാത്തവർ അച്ഛനായാൽ ആ പള്ളി നശിക്കും. ദൈവഹിതപ്രകാരമല്ലാത്തവർ ഉപദേശിയായാൽ ആ ദേശം നശിക്കും. അപ്പം പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ മതി. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അതാർക്കും തടയാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ന്യായമായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ദൈവഹിതപ്രകാരം. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ ഈ മീറ്റിങ്ങിന് എന്നെ വിളിച്ചപ്പോൾ തൊട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, പള്ളി നിറച്ച ആൾ വരണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ള ആളുകളെ, നിനക്ക് ഹിതമുള്ള ആളുകളെ അവിടെ കൂട്ടിക്കൊണ്ട് വരണം. അത് മതി. ഇവിടെ ഇപ്പോൾ പള്ളി നിറച്ച ആൾക്കാർ വന്നിരുന്നിട്ട് വലിയ പ്രയോജനമില്ല. പക്ഷേ ദൈവഹിതപ്രകാരമുള്ളവർ വന്നാൽ മതി. ദൈവത്തിൻ്റെ ആലോചന പ്രകാരമുള്ളവർ വന്നാൽ മതി. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മുടെ പ്രാർത്ഥന ദൈവേഷ്ടപ്രകാരമായിരിക്കും. അപ്പം ദാവീദ് പറയുന്നതാണ്, എൻ്റെ പ്രാർത്ഥന ന്യായമാണെങ്കിൽ നീ കേൾക്കണം. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ, കർത്താവേ ഈ രോഗം ഒന്ന് മാറ്റിത്തരണേ, എൻ്റെ ഒരു അപേക്ഷയാണ്, നിൻ്റെ ഇഷ്ടം പോലെയാണ്, നിൻ്റെ ഇഷ്ടം പോലെ മതി.
അങ്ങനെ പറയാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അതാണ് പ്രാർത്ഥനയുടെ ഒരു യാഥാർത്ഥ്യം. അല്ലാതെ കർത്താവിനെ പേടിപ്പിച്ച് പ്രാർത്ഥനയിലെ കാര്യം സാധിക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നടക്കത്തില്ല. അതുകൊണ്ട് ഒന്ന്, പ്രാർത്ഥന ന്യായമായിരിക്കും. ഞാൻ മുമ്പോട്ട് പോകാം. 2, അവിടെ തന്നെ എഴുതിയിരിക്കുക, പ്രാർത്ഥന കണ്ണുനീരിൽ കുതിർന്നതായിരിക്കണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. നിലവിളിക്കുമ്പോൾ എന്തുണ്ടാകും? കണ്ണുനീരുണ്ടാകും. പ്രാർത്ഥന 2 തരത്തിലാണ്, പലതരത്തിലുണ്ട്. ഇവിടുത്തെ 2 തരം. ചിലർക്ക് വീപ്പിംഗ് പ്രയർ ഉണ്ട്, കരയുന്ന പ്രാർത്ഥന. ചിലർക്ക് സ്ലീപ്പിംഗ് പ്രയർ, ഉറക്ക പ്രാർത്ഥന. പള്ളിയിലിരുന്നാൽ പാതി മയക്കത്തിലാണ് ചിലർ പ്രാർത്ഥിക്കുന്നത്. വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ വായിക്കോട്ടായും ഒക്കെ വിട്ട് കർത്താവേ എല്ലാം നീ അറിയുന്നല്ലോ, സ്വോത്രം ആമേൻ എന്നൊക്കെ പറഞ്ഞാൽ നിർത്തുക പരിപാടി. കാരണം ഒരു പെയിൻ ഉണ്ടെങ്കിലേ പ്രാർത്ഥനയിൽ കണ്ണുനീര് വരുന്നു. അകത്തൊരു വേദന ഉണ്ടെങ്കിൽ, ഒരു വിങ്ങലുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ കണ്ണ് നനയുന്നു. ഇപ്പോൾ പലരുടെയും രോഗമാണ് കണ്ണ് ഡ്രൈ ആകും. പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പിള്ളേരുടെ പ്രശ്നമാണ് കണ്ണ് ഡ്രൈ ആകും. എന്താ പ്രശ്നം? കണ്ണുനീരില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. പ്രാർത്ഥനയുണ്ട്, പക്ഷെ എന്തില്ല? കണ്ണുനീരില്ല. ഒന്ന് ശാന്തമായിട്ട്, ഒരു ആരുടെയും ജഡ്ജ്മെൻ്റ് ഒന്നും വേണ്ട. ഞാൻ എന്നോട് മാത്രമാണ് ചോദിക്കുന്നത്. പരമാർത്ഥമായി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളാണ്? എന്നോട് പറയണ്ട, അച്ഛനോടൊന്നും പറയണ്ട, നാം നമ്മോടൊന്ന് ചോദിച്ചാൽ മതി. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളാണ്? കണ്ണ് നനയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനമില്ല. ചുമ്മാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. കണ്ണ് നനയണം, കണ്ണ് നിറയണം, കണ്ണുനീർ താഴെ വീഴണം. ഇന്ന് നമ്മൾ ഈ മനോഹരമായ ഗ്രാനൈറ്റ് എന്താ ഇട്ടേക്കുന്നത്? ഈ തറയിലിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നല്ല ബെഞ്ചിലിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ അതിരാവിലെ 4 മണിക്ക് 4:30 എഴുന്നേറ്റ് കീറിയ പായയിൽ ചാണകം മെഴുകിയ തറയിലിരുന്ന് മുട്ടുകുത്തി കണ്ണുനീർ ദ്വാരധാരയായിട്ട് ആ തറയിൽ വീണ് അതിൻ്റെ മറുപടി എഞ്ഞപ്പി കാണുന്നു. ഇന്ന് നമുക്കെന്തില്ല? കണ്ണുനീരില്ല, പ്രാർത്ഥനയില്ല, എല്ലാം ഒരു ചടങ്ങായി മാറി. ദാവീദ് പറയുന്നത് എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണം. 34-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ പറയുന്നത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. വാവിട്ട് നിലവിളിക്കുന്നതിന് അതാ പ്രാർത്ഥന. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാനുള്ളത്. ഈ പ്രാർത്ഥന, ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഉപവാസത്തോട് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ക്ഷമിക്കണം, മറ്റേ ഏത്തക്കാപ്പോ കടിച്ചേച്ച് ഉപവാസ പ്രാർത്ഥന നമ്മൾ പറയുന്നത് തെറ്റാണ്. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആഹാരം വെടിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. നിങ്ങളാരും എന്നോട് വിരോധം തോന്നരുത്, അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ എങ്ങനെയാണ് ആഹാരം കഴിച്ചിട്ടോ കഴിക്കാതെ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലയിൽ ഉപവസിക്കാൻ ഇച്ചിരി പ്രയാസം. കാരണം ഡയബറ്റിക് എന്ന് പറയുന്ന രോഗം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആഹാരം കഴിക്കാതെ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഞാൻ പതുക്കെ വരയ്ക്കാനൊക്കെ പറ്റും, വേർക്കാനൊക്കെ പറ്റും, ഷുഗർ ഡൗൺ ആവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെയൊക്കെ 7 ദിവസം 10 ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ഇരുന്നിട്ടുണ്ട്. 3 ദിവസം 4 ദിവസം 5 ദിവസം 7 ദിവസം 10 ദിവസമൊക്കെ പല ആവർത്തിക്കുന്നു. പക്ഷെ ഇപ്പം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഞാൻ എത്തി. അപ്പോൾ എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾ അറിയാം. ഇച്ചിരി ആഹാരം കഴിച്ചു എന്ന് വിചാരിച്ച് പ്രാർത്ഥനയ്ക്കൊന്നും തടസ്സമുണ്ടാവത്തില്ല. പക്ഷേ ആഹാരം കൂടെ വെടിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനം, അതാ ഉപവാസ പ്രാർത്ഥന. പക്ഷേ ആഹാരം വെടിയുന്നതോടൊപ്പം, ഉപവസിക്കുന്നതോടൊപ്പം, പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയാൽ ആ കണ്ണുനീർ ഒരിക്കലും മറുപടി കിട്ടാതിരിക്കത്തില്ല. നമ്മുടെ കണ്ണുനീര് താഴെ വീട് പറ്റിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് തൻ്റെ തുരുത്തിയിൽ അവൻ നിറച്ചു വെക്കും. എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ.
അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ എന്നൊക്കെ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു. അപ്പം നമ്മുടെ കണ്ണുനീർ കുറ്റിയിലാക്കി വെച്ച് അതിന് മറുപടി തരുന്ന ദൈവം. ഞാൻ ഓർക്കുന്നു, ഈ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ ജോലി രാവിലെ പശുവിനെ അല്ലെങ്കിൽ എരുമയൊക്കെ കറന്ന് പാല് സൊസൈറ്റി കൊണ്ട് കൊടുക്കും. അച്ഛനൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുനാളിലെ വലിയ പരിപാടിയാണ്. അപ്പോൾ രാവിലെ പശുവിനെ കറന്ന് 5 ലിറ്റർ 6 ലിറ്ററൊക്കെ തൂക്കിപ്പിടിച്ച് കയ്യിലൊരു ചെറിയ പുസ്തകം കാണും. അവിടെ കൊണ്ട് അത് അവരുടെ ലിറ്ററിനകത്ത് ഒഴിച്ച് അളന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ക് കൂടി 5 ലിറ്റർ 4 ലിറ്റർ 3 ലിറ്റർ അങ്ങനെ കണക്കെഴുതും. 3, 4, 5, 3 ഇങ്ങനെയൊക്കെ എഴുതും. എന്തിനാ കണക്കെഴുതുന്നത്? അവരുടെ പുസ്തകത്തിൽ നമ്മുടെ പുസ്തകത്തിൽ എഴുതും. എന്തിനാണ് ഇത് എഴുതുന്നത്? ആഴ്ചയിലൊരിക്കൽ അല്ലെ 2 ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കൽ കണക്ക് നോക്കി അതിൻ്റെ പണം തരാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീർ നാം പരമാർത്ഥമായിട്ട് ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അതവൻ്റെ തുരുത്തിയിലുണ്ട്, അതിൻ്റെ കണക്ക് അവൻ്റെ പുസ്തകത്തിലുണ്ട്. എന്തിനാ? മറുപടി തരാൻ വേണ്ടി. അതുകൊണ്ട് കണ്ണുനീർ തൂകുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കത്തില്ല. ഞാൻ ഓർക്കുന്ന കുറച്ച് നാളുകൾക്ക് മുൻപ് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ കല്ലാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മൂന്നാറിലൊക്കെ പോയിട്ടുള്ളവരാണ് നിങ്ങൾ. കല്ലാർ, അവിടെ 2 കാലില്ലാത്തൊരു മനുഷ്യനുണ്ട്, ആൻ്റണി. 2 കാലം നേരത്തെ ഉണ്ടായിരുന്നു, അന്നേരം എനിക്കറിയാൻ കൂടി. ബീഡി വലിച്ച് നിക്കോട്ടിൽ കൂടിയിട്ട് 2 കാലും മുറിച്ചതാണ്, മുട്ടിന് മേളി വെച്ച് മുറിച്ചു. അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. മൂത്ത മോളെ ഒരു തരത്തിൽ കെട്ടിച്ചു, 2ാമത്തെ മോളുടെ കല്യാണമായി. അപ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി കാര്യമുണ്ട്, ഞാൻ അതെല്ലാം വിട്ടിട്ട് അതിൻ്റെ രത്നച്ചുരുക്കം മാത്രം പറയും. കല്യാണത്തിന് എന്നെ പുള്ളി ഫോണിൽ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആന്റണി എനിക്ക് അന്ന് വരാൻ പറ്റത്തില്ല, കാരണം അന്ന് എനിക്ക് വേറെ പ്രോഗ്രാമുണ്ട്. പക്ഷേ ഞാൻ അതിന് മുൻപ് ആന്റണിയുടെ വീട്ടിൽ വരാം, ഒരു സംഭാവനയൊക്കെ കൊടുക്കണമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിങ്ങനെ. ഒരു വ്യാഴാഴ്ച രാവിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ വിളിച്ചുകൊണ്ട് ആന്റണിയുടെ വീട്ടിൽ. ആന്റണി വീട്ടൊരു മലയുടെ മണ്ടയിലാണ്. ബൈക്കിൽ പോയാൽ പോലും കുറേ ദൂരം പിന്നെ നടക്കും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആന്റണി 2 കാലും ഇല്ലാതെ കട്ടിലിരിക്കുക, മക്കളും ഭാര്യയൊക്കെ അടുത്തുണ്ട്. അവിടെ ചെന്നു, ഉള്ള കസേരയിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ചോദിച്ചു, ആന്റണി എന്താ കാര്യങ്ങൾ? ഞങ്ങൾ വ്യാഴാഴ്ച ചെല്ലുന്നു, ശനിയാഴ്ച രാവിലെ കല്യാണം. എന്ന് ഞാൻ ചോദിച്ചു, ആന്റണി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അപ്പോൾ പറഞ്ഞു, സാറേ 3 പവൻ്റെ ആഭരണം ധരിപ്പിച്ച് പള്ളിയിൽ കൊണ്ട് നിർത്താമെന്നാണ് ചെറുക്കൻ്റെ വീട്ടുകാരോട് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, മേടിച്ചു? ഇയാളെ കരയാൻ പറ്റും? കരയാന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏകലടിച്ച് കരയുക. 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് കരച്ചിൽ നിൽക്കുന്നില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടായിരുന്നു, കാരണം എന്താ ഇങ്ങനെ. ബാക്കി എല്ലാവരും കൂട്ടക്കരച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ കരച്ചിലൊക്കെ നിർത്തിച്ചു പറഞ്ഞു, സാറേ ഞാനിവിടെ പല ആളുകളോട് പണം കടം ചോദിച്ചു, എല്ലാവരും തരാമെന്ന് പറഞ്ഞു. പക്ഷേ സമയമായപ്പോൾ എല്ലാവരും ഓരോ തരം ഒഴിവ് കഴിവ് പറഞ്ഞു. 1 ഗ്രാം സ്വർണം പോലും മേടിച്ചിട്ടില്ല. ഒരു വണ്ടി വിളിച്ച് ഈ കൊച്ചിനെ അവിടെ കൊണ്ട നിർത്തണം, ഒരു വണ്ടി വിളിക്കാനുള്ള കാശില്ല. ഞാനിത് കേട്ടങ്ങ് സ്തംഭിച്ചു. ദൈവമേ, എന്തോ ചെയ്യും? ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, ആരോട് ചോദിച്ചാൽ 3 പവൻ കടം കിട്ടും? എൻ്റെ പേഴ്സിനകത്തൊരു 1000 രൂപയ്ക്കുള്ളില്ല. അത് ഞാൻ കൊടുക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ കാര്യം. ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ആൻ്റണിയോട് പറഞ്ഞു, ആൻ്റണി എനിക്ക് മറുപടി ഒന്നും പറയാനില്ല, ഞാൻ പ്രാർത്ഥിക്കാം. കാരണം ഇനി ഒരു ദിവസമുള്ളൂ, അത് ഹർത്താൽ ദിവസമാണ്. വ്യാഴാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുന്നു, വെള്ളിയാഴ്ച മലയോര ഹർത്താൽ, ശനിയാഴ്ച രാവിലെ കല്യാണം. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് ഒരു കൂട്ടായ്മയുണ്ട്, ഒരു 100 പേര് 150 പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു എക്യുമെനിക്കൽ കൂട്ടായ്മ. ഞാനതിന് പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു, മൈക്കിൻ്റെ മുമ്പിൽ നിന്നു. ആന്റണിയെക്കുറിച്ച് പറയണമെന്നൊരു വിചാരം എനിക്കില്ലായിരുന്നു, കാരണം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം നാളെ ഹർത്താൽ, മറ്റന്നാൾ കല്യാണം, എങ്ങനെ നടക്കാം? ഞാൻ എന്നാൽ മൈക്കിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ആന്റണിയെക്കുറിച്ച്. ഞാൻ പോലും അറിയാതെ ഈ കാര്യം ഒന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോണ്ടാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥൻ, ഒരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി, അതിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ കയറി വന്ന് ഏറ്റവും മുമ്പിൽ വന്നിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ രാത്രി തന്നെ തൃശ്ശൂർക്ക് പോകുന്നു, കാരണം പിറ്റേന്ന് ഹർത്താൽ ആയതുകൊണ്ടൊന്നും കാര്യമില്ല. രാവിലെ 6:30 ആയപ്പോൾ എൻ്റെ ഫോൺ ശബ്ദിച്ചു. ഞാൻ ഫോൺ എടുത്ത് ചെവി വെച്ചപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വിളിക്കുക.
ബ്രദറെ, ഇന്നലെ രാത്രി ഭയങ്കര അത്ഭുതം നടന്നു. ഞാനോട്ട് എന്നാ അത്ഭുതമായിരിക്കും? ഇതൊക്കെ ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ മറന്നോന്നല്ല, നമ്മുടെ ആ ചിന്ത നമുക്ക് വിട്ടുപോയി. അപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഒരു 12:30 ആയപ്പോൾ നമ്മുടെ വർഗീസ് സാറിനെ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് വർഗീസ് സാറിനെ ആരാണ്ട് വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ആ ബ്രദർ പറഞ്ഞത് കേട്ടായിരുന്നു, അതുകൊണ്ട് ആൻ്റണിയുടെ മോക്ക് നീ 3 പവൻ മേടിച്ചു കൊടുക്കണം. അപ്പോൾ പുള്ളി വിചാരിച്ചു തോന്നിയതായിരിക്കും, പിന്നെ പോയി ഉറങ്ങി. 4:30 ആയപ്പോൾ അതേ ആൾ പിന്നെയും തട്ടി എഴുന്നേൽപ്പിച്ചു. വർഗീസ് എഴുന്നേറ്റ്, ഞെട്ടി എഴുന്നേറ്റ്. ആൻ്റണിയുടെ മോക്ക് നീ 3 പവൻ മേടിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവർ, പുള്ളിക്കാരൻ നിന്ന് ഭാര്യയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവരത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉള്ളവർ, 3 ആൺപിള്ളേരാണ്, 3 പേരും കെട്ടി. അവരത്യാവശ്യം പൈസയൊക്കെ ഉള്ളതാണ്. അങ്ങനെ അവർ കുടുംബമായിട്ടൊരു തീരുമാനമെടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഹർത്താലായതുകൊണ്ട് സ്പെഷ്യൽ വണ്ടി അയച്ച് കാലില്ലാത്ത ആന്റണിയെയും മക്കളെയും ഭാര്യയെ കൊണ്ടുവന്നു. സ്വർണ്ണക്കടക്കാരനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് തുറപ്പിച്ച് ഏതാണ്ട് 80,000-ലധികം രൂപയുടെ സ്വർണം, അന്നത്തെ വിലയനുസരിച്ച് 3 പവനിൽ കൂടുതൽ മേടിച്ച് വണ്ടിക്കൂലിക്കുള്ള പണവും കൊടുത്ത് ആന്റണിയെ പറഞ്ഞയക്കുമ്പോൾ ആന്റണി പറഞ്ഞത്, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയാണ് താഴോട്ട് കൊണ്ടുവന്നത്. എന്താ കാര്യം എന്നറിയാമോ? കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് പാവപ്പെട്ട 2 ദൈവദാസന്മാർ ഒരു മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ ആ വീട്ടിലിരിക്കുമ്പോൾ ആന്റണിയുടെ കണ്ണിൽ കൂടെ ഒഴുകിയ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം തുരുത്തി പകർന്നു. അതിൻ്റെ കണക്കെഴുതി. ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഞാൻ 10,000 രൂപ കൊടുത്തുള്ളൂ. 1000 രൂപ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ അതിൻ്റെ കണക്കെഴുതിയിട്ട് തക്ക സമയത്ത്, കൃത്യസമയത്ത് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അവൻ കണ്ണുനീരിനെ മറികടക്കുന്നവനല്ല, അവൻ കണ്ണുനീരിനെ മാനിക്കുന്നവനാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? 1, ന്യായമായിരിക്കണം. 2, കണ്ണുനീരിൽ കുതിർന്നതായിരിക്കണം, കണ്ണുനീരിൽ ചാലിച്ചതായിരിക്കണം. 3, മൂന്നാമത് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കപടമില്ലാത്ത അധരങ്ങളിൽ കൂടെ അത് പുറപ്പെടണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ, നിലവിളിയെ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കപടമില്ലാത്ത അധരത്തിൽ കൂടെ പുറപ്പെടണം. എന്താ ഈ കപടമില്ലാത്ത അധരം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഹൃദയം ശുദ്ധമാണെങ്കിൽ അധരവും ശുദ്ധമായിരിക്കും. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ. ബാക്കി എങ്ങനെ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ നാവ് പ്രസ്താവിക്കുന്നു. അപ്പം എൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നാവും ശുദ്ധമായിരിക്കും. കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആരാ ഭാഗ്യവാൻ? ഹൃദയശുദ്ധിയുള്ളവർ. അപ്പം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ഹൃദയശുദ്ധി, അവരുടെ അധരം എപ്പോഴും ശുദ്ധമായിരിക്കും, അതിന് സംശയം വേണ്ട. അപ്പം ഞായറാഴ്ച രാവിലെ സ്പെഷ്യൽ ബ്രഷിട്ട് പല്ല് തേച്ചത് കൊണ്ട് ശുദ്ധമാവത്തില്ല. പല്ല് തേക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പല്ല് തേച്ചു 2-3 തവണ തേച്ചു. പക്ഷേ അതുകൊണ്ട് ദൈവം വിചാരിക്കുന്നത് പോലെ അധരം ശുദ്ധമാകത്തില്ല. ഈ മുറുക്കാനൊക്കെ തരുന്ന പുള്ളികളുണ്ട്. ഇവിടെ പാലക്കാടൊന്നും അങ്ങനെ കാണത്തില്ല, ഞങ്ങളുടെ ഹൈറേഞ്ചിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച രാവിലെ ഈ പുള്ളികളുടെ പല്ല് തേപ്പുമാണ്. ചിലർ തൊണ്ട് ചെത്തിയിട്ടാണ് തേക്കുന്നത്. കാരണം ഈ വെറ്റേം പുകലെല്ലാം ചവച്ച് 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 സകല കറയെ ഇങ്ങനെ ഇരിക്കുക. പിറ്റേന്ന് രാവിലെ പാഠം വായിക്കേണ്ടതാണ്, കൈക്കാരനാണ്. അയ്യോ, തേപ്പ് കാണണം, കാരണം പാഠം വായിക്കാനുള്ള ഒരുക്കമാണ്. ഇങ്ങനെ ശുദ്ധമാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഹൃദയം ശുദ്ധമാണെങ്കിലേ ആദരം ശുദ്ധമാകത്തുള്ളൂ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം പഠിക്കുമ്പോഴേ, അല്ലെ, യെശയ്യാ പ്രവചനം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ, പേടിക്കൊന്നും വേണ്ട, ഈ 5 അധ്യായങ്ങളിൽ ഇപ്പോൾ പ്രസംഗിക്കൊന്നും പേടിക്കൊന്നുമല്ല. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് യെശയ്യാ പ്രസംഗിക്കുക. ഭയങ്കര ശക്തമായിട്ടാണ് പ്രസംഗിക്കുന്നത്. എന്താ പറയുന്നത്? കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്ന എൻ്റെ ജനമോ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കുക.
5-ാം അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിലൂടെ കയറിയപ്പോൾ ഒരു ട്വിസ്റ്റ്. ഇപ്പോൾ ഈ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ. കാരണം ഈ സീരിയലൊക്കെ കണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അയാളുടെ പ്രസംഗം എന്നാത്തിനും കൊള്ളാം, ട്വിസ്റ്റെന്ന് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ 5-ാം അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിലൂടെ കയറിയപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്താ ട്വിസ്റ്റ്? 5-ാം അധ്യായം വരെ നാട്ടുകാരുടെ പാപത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 6-ാം അധ്യായത്തിലൂടെ കയറിയപ്പോൾ ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ പ്രവാചകൻ കണ്ടപ്പോൾ നെഞ്ചത്തടിച്ചിട്ട് പറയുക, അയ്യോ ഞാൻ നശിച്ചു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. സ്വന്തം ജീവിതത്തെ കണ്ടു. എന്താ തൻ്റെ കുഴപ്പം? അധരം ശുദ്ധമല്ല, താമസം ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിലാണ്. നെഞ്ചത്തടിച്ച് നിലമ്പാട് വീണ് പ്രാർത്ഥിക്കുക, നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുക. നോക്കിയേ, തന്നെത്താൻ കാണുകയോ തൻ്റെ കുറവുകളെ കാണുകയോ. രാവിലെ തൊട്ട് വൈകോളം ചീത്ത വിളിച്ചിട്ട് വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം? ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പുകിലുണ്ടാക്കി ഇങ്ങോട്ട് വന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? ഹൃദയം ശുദ്ധമാകണം, അധരം ശുദ്ധമാകണം. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താ? ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അത് കഴിഞ്ഞിട്ട് യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കാപട്യം പാടില്ല, അതാണ് അധരശുദ്ധി. അപ്പം നിങ്ങൾ വിചാരിക്കുക, ഞാൻ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ട് എന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പം തൊട്ട് ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതരാണ്. എനിക്ക് അച്ഛനോട് എന്തെങ്കിലും ഒരു ചെറിയ പിണക്കമുണ്ടെന്ന് വിചാരിക്കും, ഒന്നുമില്ല കേട്ടോ, വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളിയോട് വിരോധമാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞങ്ങളുടെ മാത്യോർച്ചനെ നീ അനുഗ്രഹിക്കണേ, എല്ലാ നന്മകളും കൊടുക്കണേ, തന്ന ദോഷനെ അനുഗ്രഹിക്കണേ കർത്താവേ എന്നൊക്കെ പറയും. ഉള്ളിൻ്റെ ഉള്ളിലിരിപ്പ് തന്നെ അനുഗ്രഹിച്ച് ആശുപത്രികളാക്കണേ. നമ്മൾ ഒത്തിരി പുള്ളികളെ കുറിച്ച് പറയത്തില്ല. ഒരുത്തം കാല് തട്ടി വീണെന്ന് വിചാരിക്കും, ഇങ്ങോട്ടിറങ്ങിയപ്പോൾ എന്നാ പറയും? അതവന് അർഹതപ്പെട്ടതാ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി എവിടെയൊന്ന് കുട്ടി എന്നാ പറയും? കാരണം ഒരുത്തന്റെ നാശം കാണാൻ നമ്മൾ കൊതിക്കുന്നു. അതാ നമ്മുടെ അകത്തിരിപ്പ്. കാര്യം കാണുമ്പോൾ അങ്കളെ അച്ചായ ആൻറ്റി നമ്മൾ വിളിക്കുമെങ്കിലും ഒരുത്തന്റെ നാശം കാണാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ. എന്നിട്ടായി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കത്തില്ല. ഹൃദയം ശുദ്ധമാകണം, അധരം ശുദ്ധമാകണം. ആ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കും. അപ്പം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ചുമ്മാ നമ്മൾ കാടടച്ച് വെടിവെച്ച് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പരിപാടി എനിക്കില്ല. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന ന്യായമായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ദൈവഹിതപ്രകാരം. 2, പ്രാർത്ഥന കണ്ണുനീരിൽ കുതിർന്നതായിരിക്കണം. 3, പ്രാർത്ഥന കപടമില്ലാത്ത അധരങ്ങളിലൂടെ പുറപ്പെട്ടു വരണം. ശുദ്ധിയുള്ള ഹൃദയം. സ്തോത്രം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന പഠിക്കും. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്വം പോദയവാൻ, എന്നുള്ളൊരു വാഗ്ദത്വം പോദയവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ
കർത്താവേ യാചന നൽകണമേ. ഒന്ന്, പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? 3 കാര്യങ്ങൾ. 2, അതിൻ്റെ 2-ാം വാക്യത്തിൽ 17-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കാമോ? എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുമാറാകണം. ഇതിൻ്റെ അർത്ഥം എന്നാന്ന് പിടിയും കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ സങ്കീർത്തനമൊക്കെ ഇങ്ങനെ ഓടിച്ച് വായിച്ച് പോകുമെങ്കിലും ഞാനും പലപ്പോഴും അങ്ങനെ കേട്ടോ. നിങ്ങൾ മോശക്കാരും ഞാൻ നല്ലവനാണെന്നൊന്നും പറയാം, അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാനും അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ദൈവസന്നിധി നമ്മൾ മൗനമായിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോഴാണ് ചില ചിന്തകൾ, ചില ആലോചനകൾ ദൈവം തരുന്നത്. എനിക്കുള്ള വിധി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി. അപ്പോൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. 2-ാമത്തെ കാര്യമാണ്. 1, എങ്ങനെ പ്രാർത്ഥിക്കണം. 2, പ്രാർത്ഥനയുടെ മറുപടി എങ്ങനെയാണ്. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് എന്താ ഉണ്ട്? മറുപടി. കേസ് കൊടുത്താൽ അതിനെന്തുണ്ട്? വിധി. ഇതാ ദൈവസന്നിധിയിൽ പ്രാർത്ഥന സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്നൊരു ദിവസമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി 3 രീതിയിലാണ്. പ്രധാനമായിട്ടും 3 രീതിയിൽ. ഒത്തിരി നീട്ടത്തിൽ ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, ചില പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി കിട്ടും. ഇൻസ്റ്റൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് മറുപടി. എല്ലാ പ്രാർത്ഥനയ്ക്കും അങ്ങനെയല്ല, ചില പ്രാർത്ഥനയ്ക്ക്. അത് ഏത് തരം പ്രാർത്ഥനയാണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, അത് ദൈവത്തിന് അറിയില്ല. ചില പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച ഉടൻ മറുപടി. ഒരു ഉദാഹരണം മാത്രം പറയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 20 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ ഏലിയാവ് എടുക്കണമെന്നില്ല, എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ കാണാൻ അറിയാം. വിശക്കൊന്നുണ്ടോ? പെട്ടെന്ന് നിർത്താം. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരുമായിട്ടൊരു പന്തായം വെച്ചു. എന്താ പന്തായം എന്ന് പറഞ്ഞു? യഹോവയാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിക്കണം. ഇല്ല, ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഓരോരുത്തർ ഓരോ കാളയെ തിരഞ്ഞെടുത്ത് അതിനെ കഷ്ണം കഷ്ണമായി നുറുക്കി യാഗപീഠത്തിൻ്റെ മേളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ആദ്യം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യാഗപീഠത്തെ ദഹിപ്പിക്കുന്നത് ആരോ അതാണ് യഥാർത്ഥ ദൈവം. ഞാനതിൻ്റെ രക്തചുരുക്കം മാത്രമേ പറയൂ. അതുകൊണ്ട് ആദ്യം രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയം ആർക്ക് കൊടുത്തു? ബാലിൻ്റെ ആൾക്കാർ. അവർ പരിപാടിയൊക്കെ തുടങ്ങി. ബാലേ ഉത്തരമരളമേ, ബാലേ ഉത്തരമരളമേ പ്രാർത്ഥന തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് കുത്തി മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അവരാകെ കോലാഹലം ഉണ്ടാക്കി. ഒരനുഭവമില്ല. ഏലിയാവിടേക്ക് പറയുന്നത് ഉറക്കം വിളിച്ചു. പുള്ളി ചിലപ്പോൾ ഉറക്കത്തിലുമായിരിക്കും. ആരാ? ബാലേ. പുള്ളി ചിലപ്പോൾ എവിടെയെങ്കിലും വെളിക്കിറങ്ങാൻ പോയിരിക്കുകയായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഉച്ചയായി, ഒരനുഭവമില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സമയം കഴിഞ്ഞ് ഇനി എൻ്റെ സമയം. ബാലിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്, 100 കണക്കിനാണ്, 400 450 അതിലധികമൊക്കെ ഉണ്ട്. ഏലിയാവിലൂടെ എത്ര പേരുണ്ട്? ഏലിയാവ് മാത്രമല്ല, ഒരാൾ. ഏലിയാവ് ഇങ്ങോട്ട് വന്നിട്ട് യാഗപീഠം പുതുക്കിക്കൊടുത്തു. ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കിപ്പണിതു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനുള്ളൊരു വഴിയാണ്. ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ പുതുക്കിപ്പണിയണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത്? സഹോദര ബന്ധം ഇടിഞ്ഞു കിടക്കുകയാണ്, സഹോദരി ബന്ധം ഇടിഞ്ഞു കിടക്കുകയാണ്, അപ്പനുമായിട്ടുള്ള ബന്ധം ഇടിഞ്ഞു കിടക്കുകയാണ്, സഭയിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇടിഞ്ഞു കിടക്കുകയാണ്. പുതുക്കിപ്പണിയാണ്, എന്നാലേ മറുപടി കിട്ടത്തുള്ളൂ. ഏലിയാവ് ആദ്യം ഇടിഞ്ഞു കിടന്നത് പുതുക്കിപ്പണി. ഞാൻ ഒത്തിരി അവിടെ വിവരിക്കാൻ സമയം എടുക്കണം, കാരണം ഒത്തിരി നീണ്ടുപോകാൻ പാടില്ലെന്ന് വിചാരിച്ചു. ജീവിതത്തിൽ എവിടെയാണോ തകർന്നു കിടക്കുന്നത് അത് പുതുക്കിപ്പണിയാണ്, എന്നാലേ മറുപടി കിട്ടത്തുള്ളൂ. സ്വന്തം അപ്പനോട് മിണ്ടാതെ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഗുണം? സ്വന്തം ഭർത്താവിനോട് മിണ്ടാതെ പ്രാർത്ഥിച്ചിട്ട് തന്നെ കാര്യം? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയത് ചിരിക്കാതെ പ്രാർത്ഥിച്ചിട്ട് തന്നെ കാര്യം? ഒരു കാര്യം വെച്ചിട്ടുള്ള കള്ളപ്രാർത്ഥന. ഇടിഞ്ഞു കിടക്കുന്നത് എവിടെയോ അത് പുതുക്കിപ്പണി, എന്നാലേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നുള്ളൂ.
ഏലിയാവ് ആദ്യം അത് ചെയ്തു. ഗോത്രസംഖ്യക്കൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം യാഗപീഠത്തെ പുതുക്കി പണിതു. 2, ഈ യാഗപീഠത്തിന് ചുറ്റും ഒരു തോട് കീറി. ഈ തോട് വേർപാടിനെ സൂചിപ്പിക്കുക. എവിടെ നിന്നുള്ള വേർപാട്? ദൈവത്തിൽ നിന്നുള്ള വേർപാടല്ല, ലോകത്തിൽ നിന്നുള്ള വേർപാട്. ഈ ലോകത്തിൽ വെറും ലോകക്കാരനായി ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒരല്പം വേർപാട് നമുക്ക് വേണം. തോട് കീറി എന്ന് പറഞ്ഞാൽ ഒരു വേർപാടിൻ്റെ അനുഭവം. 3, തോട് വെള്ളം കൊണ്ട് നിറച്ചു. അത് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ സൂചിപ്പിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കുറേ വാക്കുകൾ പറഞ്ഞാൽ പോരാ, പരിശുദ്ധാത്മ നിറവിൽ പരിശുദ്ധാത്മ പൂർണ്ണരായി പ്രാർത്ഥിക്കണം. ഇപ്പം യാഗപീഠം പുതുക്കി പണിത്, ഒരു തോട് കീറി, തോട്ടിൽ വെള്ളം നിറച്ച്, യാഗപീഠത്തിൻ്റെ മേൽ യാഗവസ്തുവിനെ സമർപ്പിച്ച്, അതിന്മേലും വെള്ളമൊഴിച്ച് ഒരു ചെറിയ പ്രാർത്ഥന, സ്മോൾ പ്രയർ. എന്താ പ്രാർത്ഥിച്ചത്? ദൈവത്തെ പേടിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഒച്ചയില്ല, ബഹളമില്ല, കാർച്ചയും പൂച്ചയും ഒന്നുമില്ല. ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന. യഹോവേ, ഞാൻ നിന്റെ ദാസനാണെന്ന് ഈ ജനമെല്ലാം അറിയേണ്ടതിന് സ്വർഗത്തിൽ അഗ്നി ഇറക്കി ഈ യാഗപീഠത്തെ പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗത്തെയും യാഗപീഠത്തെയും തോട്ടിലുള്ള വെള്ളത്തെയും എല്ലാം വറ്റിച്ച് യഹോവയായ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തി. എന്താ ഇവിടുത്തെ പ്രത്യേകത? ചോദിച്ചാൽ ഉടനെ മറുപടിയാണ്. ചോദിച്ചപ്പോൾ തന്നെ മറുപടിയാണ്. അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഒരു റിസൾട്ട്. ചില പ്രാർത്ഥനയ്ക്ക് അതാ. ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുക സൗഖ്യമാണ്. അത് പ്രാർത്ഥിച്ച ആളുടെ ഗുണം കൊണ്ടോ രോഗിയുടെ ഗുണം കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെ. ഉടൻ മറുപടി. 2, ചില പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണണം. ചില വിഷയങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കയിൽ നിങ്ങൾ മടുത്തു പോകരുത്. മടുക്കാതെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മൾ 3-4 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല. ചിലർ പള്ളി മാറും, ചിലർ കൂട്ടായ്മ മാറും. കാരണം ആ പുള്ളി പ്രാർത്ഥിച്ചിട്ട് വലിയ ഗുണമില്ല, ഇനി അപ്പുറത്തൊന്ന് പോയി നോക്കാം. അത് പ്രാർത്ഥിച്ച പുള്ളിയുടെ കുഴപ്പം കൊണ്ടല്ല, പള്ളിയുടെ കുഴപ്പം കൊണ്ടല്ല. ചില പ്രാർത്ഥനയ്ക്ക് കുറേ കാലം കഴിഞ്ഞേ മറുപടി കിട്ടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ സെക്കരിയാവ് എന്ന് പറയുന്ന പുരോഹിതൻ ധൂപം കാട്ടുവാൻ ധൂപപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ഉടനെ ഒരു ദൂതൻ വന്നു. ദൂതനെ കണ്ട് സെക്കരിയാവ് പേടിച്ചു. പറഞ്ഞു, സെക്കരിയാവ് പേടിക്കൊന്നും വേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. എന്താ അടുത്തത്? നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന് എന്താ പേരിടണം? അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ സെക്കരിയാവും എലിസബത്ത് എന്ന് പ്രാർത്ഥിച്ചതായിരിക്കും. ന്യായമായിട്ട് ചിന്തിച്ച് നോക്കി. ഇപ്പം വാർദ്ധക്യത്തിലാണ്. അതായത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷി ആർക്കില്ല? എലിസബത്തിനില്ല, സെക്കരിയാവിനും ഇല്ല. ഇപ്പം ബയോളജിക്കലായിട്ടുള്ളതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെന്ന് പ്രാർത്ഥിച്ചതായിരിക്കും? കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് പ്രാർത്ഥിച്ചതാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായി 2 വർഷമായി പിള്ളേരില്ല. യഹൂദന്മാരുടെ ഇടയിൽ പിള്ളേർ കുഞ്ഞുങ്ങളില്ലാതിരിക്കാൻ പറഞ്ഞാൽ വലിയ ശാപമാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ. ആർക്കെങ്കിലും ഒരാൾക്ക് കുഞ്ഞുങ്ങളില്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. യഹൂദന്മാരുടെ വലിയ പ്രശ്നമായിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം അല്ലെ 2 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയായിരിക്കും ഇത്. അല്ലെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതലുള്ള പ്രാർത്ഥനയായിരിക്കും. എന്നാ മറുപടി വന്ന് വാർദ്ധക്യത്തിൽ പുത്രോത്പാദനത്തിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ജീവശാസ്ത്രപരമായി ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് ലോകം വിധി എഴുതി കഴിഞ്ഞപ്പോൾ ദൂതൻ വന്നിട്ട് പറയുക, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സഹോദരിയെ, മാതാവേ, സഹോദര, പിതാവേ,
കാലങ്ങൾ എത്ര കണ്ണുനീരൊഴുക്കിയാലും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കത്തില്ല. ചിലപ്പോൾ 10 വർഷം, 20 വർഷം, 30 വർഷം, 50 വർഷം, 100 വർഷം ആയിക്കോട്ടെ, മടുത്തു പോകരുത്. സെക്കരിയാവ് ധൂപം കാട്ടി യാഗപീഠത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൂതൻ വന്നേച്ച് പറയുക, നീ പണ്ട് പ്രാർത്ഥിച്ചില്ലേ, കുറെ കാലം പ്രാർത്ഥിച്ചില്ലേ, അതിന് മറുപടി വന്നു. ജീവശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട്, ബയോളജിയെ ലജ്ജിപ്പിച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ ഉത്തരം കിട്ടണമെന്ന് ശാഠ്യം പിടിക്കരുത്. ദൈവത്തിന് ഇഷ്ടം. നമ്മളൊരു കേസ് കൊടുത്താൽ അതിനെന്നാ വിധി പറയുന്നത്? ലോകപ്രകാരം പാലക്കാട് കോടതിയിൽ ഒരു കേസ് കൊടുത്ത് എന്ത് വിധി പറയും? ആർക്കും അറിയത്തില്ല, വക്കീലിന് പോലും അറിയത്തില്ല. ആ ജഡ്ജിക്ക് ഇതിനൊരു വിധി പറയാൻ എപ്പം മനസ്സ് വരും അപ്പോഴേ പറയുന്നത്. അതുവരെ മാറ്റി വരും. നമ്മൾ കോടതി ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറ്റുമോ? അവിടെ ചെന്ന് ജഡ്ജിയെ ചീത്ത വിളിക്കുമോ? കല്ലെറിയോ? ഒന്നുമില്ല, ഒരു പരിപാടി നടക്കുകയില്ല. എപ്പോഴാണോ ഈ കേസ് എടുക്കുന്നത്, എപ്പോഴാണോ ഇതിന് വിധി പറയുന്നത്, അന്ന് വരെ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ലോകപ്രകാരം അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൽ എന്തുകൊണ്ട് ഇച്ചിരി നീട്ടി വെച്ചുകൂടാ? അതുകൊണ്ട് നിങ്ങളുടെ കേസ്, എൻ്റെ കേസ് മാറ്റി അവധിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സമയമായിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടും. അഹങ്കരിക്കല്ലേ. ചില പുള്ളികൾ അഹങ്കരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഓ, ഞാൻ ഭയങ്കര രോഗശാന്തി വരെ പ്രാർത്ഥനല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ വിടുതല. ചുമ്മാത ഏതെങ്കിലും ഒരുത്തിന് സൗഖ്യം കൊടുത്തതാണ്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ചില പുള്ളികൾക്ക് വേണ്ടി 50 വർഷം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സൗഖ്യം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കരിയാവതല്ലേ എത്ര വർഷം പ്രാർത്ഥിച്ചു കാണണം. അതുകൊണ്ട് പ്രിയരെ, ചില പ്രാർത്ഥനയ്ക്ക് ഒത്തിരി കാലം കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. 3, ചില പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പക്ഷേ നോ എന്ന മറുപടി. ഞാൻ നിനക്കത് തരാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടിയൊക്കെ കിട്ടും. എന്താ മറുപടി? ആ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. എനിക്കൊത്തിരി പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, നടുവിന് വേദന, കാലിന് വേദന, അവിടെ വേദന, ഇവിടെ വേദന. 1 മണിക്കൂർ നിന്ന് പ്രസംഗിച്ചാൽ പിന്നെ 2 ദിവസത്തേക്ക് എല്ലാ ഏത്തിനും വേദനയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ചല്ലേ പ്രസംഗിക്കുന്നത്, എനിക്കൊരു സൗഖ്യം തന്നാൽ എന്നാ കുഴപ്പം? ഷുഗർ 5-8 വർഷമായിട്ടുണ്ട്. കർത്താവ്, എനിക്ക് ഗുളിക തിന്നാൻ താല്പര്യമില്ല, ഇതൊക്കെ ഒന്ന് മാറ്റിത്തരാൻ മേലെ. ഇല്ല, മാറ്റിത്തരാൻ ഉദ്ദേശമില്ല. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കും, ലോക്യം പറയുന്നത്, കർത്താവ്, നിനക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിത്തരാൻ മേലെ. എന്നാ ഇത്? സാമ്പത്തിക ക്ലേശം. കർത്താവ്, വല്ലതൊക്കെ കൈ തന്നാൽ ഞാൻ ആർക്കെങ്കിലും ഒക്കെ വാരി കൊടുക്കാം. ഉവ്വ. നോക്കിക്കേ, ചില കാര്യങ്ങൾക്ക് അങ്ങനെ അത് കർത്താവ് സാധിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായം പഠിക്കുമ്പോഴേ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ, പൗലോസിൻ്റെയൊക്കെ പ്രത്യേകത, പൗലോസ് നടന്നു പോകുമ്പോൾ നിഴല് തട്ടിയാൽ രോഗിക്ക് സൗഖ്യം കിട്ടും. പൗലോസിൻ്റെ മേളിൽ നിന്ന് ഒരു ഉത്തരീയം അല്ലെങ്കിൽ ഒരു 2-ാം ഒരു തുവാല എടുത്ത് വേറൊരു രോഗിയുടെ മണ്ടേ കൊണ്ടിട്ട് അവന് സൗഖ്യം കിട്ടും. അത്ര ഭയങ്കരമാണ്. പക്ഷേ പൗലോസിന് എന്തുണ്ടായിരുന്നു? ഒരു രോഗം. പൗലോസ് പറയുക, ഞാൻ എൻ്റെ ഈ രോഗം, എൻ്റെ ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടാൻ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. എന്തായിരുന്നു മറുപടി? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഈ രോഗം തൽക്കാലം നിനക്ക് മാറ്റിത്തരാൻ എനിക്ക് ഉദ്ദേശമില്ല. നോക്കിയാൽ നടന്നു പോകുമ്പോൾ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരുന്നതാണ്. ഒരു ഉത്തരീയം കൊണ്ടൊരു രോഗിയുടെ മേളിലിട്ടാൽ അവന് സൗഖ്യം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത്രമാത്രം ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ശരീരത്തിൻ്റെ ആ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ മറുപടി അങ്ങനെയാണ്, തൽക്കാലം രോഗം മാറ്റിത്തരാൻ എനിക്ക് ഉദ്ദേശമില്ല, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോ എന്ന് പറഞ്ഞാലും സങ്കടപ്പെടരുത്. അത് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കാത്തത് അത് നമുക്ക് തന്നാൽ നല്ലതാകത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥന പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം
എങ്കിൽ നിന്ന് കൊടുത്തോ? ഇല്ല. കാരണം യേശുക്രിസ്തു ക്രൂശെ മരിക്കാതെ മാനവ കുലത്തിന് വീണ്ടെടുപ്പുണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ക്രൂശ് മരണം ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ പ്രാർത്ഥന കർത്താവ് അല്ലെ പിതാവായ ദൈവം ചെവിക്കൊണ്ടില്ല. ക്രൂശ് മരണം മാറ്റിക്കൊടുത്തില്ല. അപ്പം ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. 1, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. 2, പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മറുപടി എങ്ങനെയാണ്. 1, ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടും. ചില പ്രാർത്ഥനയ്ക്ക് കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ചില പ്രാർത്ഥനയ്ക്ക് നോ, ഞാൻ നിനക്കത് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി കിട്ടിയത് കൊണ്ട് അഹങ്കരിക്കരുത്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ താമസിച്ചെങ്കിൽ നിരാശരാകരുത്. പ്രാർത്ഥിച്ചിട്ട് നോ എന്ന മറുപടി കിട്ടിയെങ്കിൽ ദൈവത്തെ വിട്ടുപോകരുത്. ഇത് ദൈവത്തിന് ഇഷ്ടം. ചിലതിനുടനെ മറുപടി, ചിലതിന് കുറേ കാലം കഴിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്തു തരാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം എൻ്റെ ഇളയ മോൻ +2 പഠിക്കുക. അവനിപ്പോൾ എന്നോട് ഒരു ബൈക്ക് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച് കൊടുക്കത്തില്ല. അവന് തൽക്കാലം ആവശ്യമില്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും ഞാൻ റിജക്റ്റ് ചെയ്യും. പണം ഉണ്ടെങ്കിലും ചെയ്ത് കൊടുക്കത്തില്ല. എന്താ കാര്യം? അവനിപ്പം ഞാനത് ചെയ്തു കൊടുത്താൽ അത് ആപത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. സ്വർഗത്തിലെ ദൈവം അതുപോലെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ച് തന്നാൽ അത് ആപത്താണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് പ്രിയരെ, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് കുറേ കാലം കഴിഞ്ഞാണെങ്കിലും കിട്ടും. അതുകൊണ്ട് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ ആരെങ്കിലും സങ്കടപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് അവൻ മറുപടി തരുവാൻ കാത്തിരിക്കും. ലോകത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞാൽ നമുക്ക് വേണ്ടി പുതുവഴിയെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ, നമ്മുടെ ഈ ആരാധനയിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 3, പ്രാർത്ഥിക്കുന്ന ആളുകളെ പരിശോധിക്കുന്നവനാണ് ദൈവം. അതിൻ്റെ 3-ാം വാക്യം വായിക്കാമോ? 17-ാം സങ്കീർത്തനം 3-ാം വാക്യം. മൂന്നാമത്തെ കാര്യം, ഈ പ്രാർത്ഥിക്കുന്നവരെ പരിശോധിക്കുന്നവനാണ് ദൈവം. നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. എപ്പോഴാണ് വന്നേ? രാത്രിയിൽ. പകലെങ്ങും വരാൻ മേലാഞ്ഞു. രാത്രിയിലാണ് വന്നത്. കുറച്ചാൾ മുമ്പ് ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനുമായിട്ടൊരു വീട്ടിൽ പോയത് സന്ധ്യയ്ക്കാണ്. കാരണം ആ വീട്ടിൽ അമ്മച്ചി മാത്രമേ പകലുള്ളൂ, മറ്റുള്ളവരൊക്കെ ജോലിക്ക് പോകും. അവരൊക്കെ വന്ന സന്ധ്യയാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ 7-8 എന്നിട്ടേക്ക് ഇവർ ഗേറ്റൊക്കെ അടച്ച് പൂട്ടി അകത്തിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഗേറ്റൊക്കെ കൊട്ടി. ഇവരിങ്ങനെ ജനലിനകത്തോടൊക്കെ നോക്കി ആ അച്ഛനാന്ന് കണ്ടപ്പോൾ ഇറങ്ങി വന്നു. ഗേറ്റൊക്കെ തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ അമ്മച്ചിയുടെ ആദ്യത്തെ ചോദ്യം, എൻ്റെ അച്ഛൻ പകലെങ്ങാനും വരാൻ മേലെ, എന്തിനാ ഈ രാത്രി വന്നു? അപ്പം ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ തമ്പുരാനോട് ചോദിച്ചു, എൻ്റെ തമ്പുരാൻ നിനക്ക് പകലെങ്ങാനും ഇറങ്ങാൻ മേലെ, എന്തിനാ രാത്രിയിൽ ഇറങ്ങിയത്? ഇവിടെ നോക്കി, നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. എന്താ രാത്രിയുടെ പ്രശ്നം? ഒന്ന് ഇരുട്ടുണ്ടാകുമ്പോൾ നമുക്കെന്തുണ്ടാവും? ഭയം. ഏറ്റവും കൂടുതൽ ഭയം എപ്പോഴാണ്? രാത്രിയിലാണ്. പിന്നെ വഴി അറിയാതെ തപ്പിത്തടയുന്ന എപ്പോഴാണ്? രാത്രിയിലാണ്. ഒത്തിരി പ്രശ്നങ്ങളാണ് രാത്രിക്ക്. അപ്പം ജീവിതത്തിൻ്റെ ഇരുട്ടേറിയ കൈപ്പേറിയ വഴി തപ്പിത്തടയുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഇരുളടഞ്ഞിരിക്കുമ്പോൾ നമ്മെ സന്ദർശിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ വഴികളും അടയുമ്പോൾ നാം ദൈവത്തെ വിട്ട് എങ്ങോട്ടേലും മാറുമെന്നറിയാൻ വേണ്ടിയാണ്. പള്ളിയിൽ പോയിട്ടൊരു ഗുണവുമില്ല, എന്നാൽ ശബരിമലയ്ക്ക് പോകാം. ചിലർ ആ വഴിക്ക് വിടും. ഇത്രയും നാൾ ഉപവാസം പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും കാണുന്നില്ല. തൃശ്ശൂർ കാനാടി ചാത്തൻ മഠം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്, അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ക്രിസ്ത്യാനികൾ. അവിടെ ചെന്നാൽ ഉരുട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിടുന്നു. കർത്താവ് ഇതാ നോക്കുന്നത്. രാത്രിയിൽ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഇരുട്ടേറിയ കൈപ്പേറിയ വഴിയറിയാതെ
തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. ഇവിടെ ദാവീദ് പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഞാൻ നിന്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ല. നമുക്ക് കർത്താവിനോടതാ പറയുന്നത്, കർത്താവ് ലാഭമായാലും നഷ്ടമായാലും, പണം ഉണ്ടായാലും ഇല്ലേലും, രോഗം മാറിയാലും ഇല്ലേലും, പുതിയ വീട് കിട്ടിയാലും ഇല്ലേലും, പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടിയാലും ഇല്ലേലും, ജോലി കിട്ടിയാലും ഇല്ലേലും, ഈ ജീവിക്കുന്ന ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറുകയില്ല. ശക്തമായ തീരുമാനമാണ്. ദൈവം തമ്പുരാൻ പരിശോധിക്കുമ്പോൾ, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ദാവീദിന് പറയാൻ എന്ത് ആത്മാർത്ഥതയാണെന്നുള്ളത് ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാം, എൻ്റെ കർത്താവേ, ഏത് രാത്രിയുടെ സാഹചര്യത്തിൽ നീ എന്നെ പരിശോധിച്ചാലും എന്നിൽ ദുരുദ്ദേശമൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. നിന്നെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. പറയാൻ പറ്റുമോ? ശാന്തമായിട്ട് ആലോചിച്ച് നോക്കി. പ്രാർത്ഥിക്കുന്നവരെ പരിശോധിക്കുന്നവർ എപ്പോഴാണ് പരിശോധിക്കുന്നത്? രാത്രിയിൽ. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ, ജീവിതത്തിൻ്റെ വേദനിക്കുന്ന, ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ പരിശോധിക്കുന്ന ദൈവം. ഈ പരിശോധനയിൽ നമ്മൾ വിജയിക്കണം. ആ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെ? ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നോക്കിക്കേ, ദാവീദ് പറയുകയാണ്, ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദാവീദിന് നോക്കാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് കർത്താവിൻ്റെ മുഖം. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ 3 പ്രധാനപ്പെട്ട സംഗതികൾ പ്രാർത്ഥനയെക്കുറിച്ച് എടുക്കുക. ഒന്ന്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ന്യായമായി. അതിൻ്റെ അർത്ഥം ദൈവഹിതപ്രകാരം. 2, കണ്ണുനീരിൽ കുതിർന്ന. 3, കപടമില്ലാത്ത അധരങ്ങളിലൂടെ ഒഴുകി വരുന്ന പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എങ്ങനെയാണ്? ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടും, ചില പ്രാർത്ഥനയ്ക്ക് കാലങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും, ചില പ്രാർത്ഥനയ്ക്ക് ഞാൻ നിനക്കത് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മറുപടി കിട്ടും. ഇതിലേത് മറുപടി ആയാലും നിഗളിക്കരുത്, നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, ദൈവത്തെ വിട്ട് പിന്മാറരുത്. 3, പ്രാർത്ഥിക്കുന്നവരെ ദൈവം പരിശോധിക്കും. എപ്പോഴാണ് പരിശോധിക്കുന്നത്? ജീവിതത്തിൻ്റെ രാത്രി, ജീവിതത്തിൻ്റെ കൈപ്പേറിയ വേദനയേറിയ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഈ ദൈവത്തെ വിട്ട് നമ്മൾ പുറകോട്ട് മാറുന്നു. മന്ത്രവാദത്തിനും കൂടോത്രത്തിനും അന്യദൈവങ്ങളെ സേവിക്കാനും നാം പോകുമോ എന്ന് ദൈവം പരിശോധിക്കും. പരിശോധിക്കുമ്പം ഇല്ല കർത്താവേ, നിന്നെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. കണ്ണുകളടയ്ക്കുക. ഒരു നിമിഷം ശാന്തമാണ്, മൗനമാണ്. എൻ്റെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എൻ്റെ ദൈവം എന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റുമോ? എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എൻ്റെ കാലുകൾ നിന്നെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. എൻ്റെ നോട്ടം നിന്നെ വിട്ട് മാറിയിട്ടില്ല. ഞാൻ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട തൃപ്തനാണ്. ജീവിതത്തിലൊരു തീരുമാനം, ലാഭമായാലും നഷ്ടമായാലും ഞാൻ ഈ ജീവിക്കുന്ന ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല. രോഗം മാറിയാലും മാറിയില്ലേലും, സാമ്പത്തിക നേട്ടം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ദൈവത്തെ വിട്ട് മാറുകയില്ല. എനിക്ക് അവൻ മതി, എനിക്ക് യേശു മതി.
33 തിരുവയസ്സിൽ എൻ്റെ പാപക്കടം തീർക്കുവാൻ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച എൻ്റെ യേശു മതി എനിക്ക്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ട്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, കർത്താവേ, നിന്നെ വിട്ട്, നിന്റെ വഴി വിട്ട് ഇനി ഒരു ജീവിതം എനിക്ക് വേണ്ട. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ദൈവത്തെ വിറ്റ് കാശാക്കുന്ന പരിപാടി എനിക്ക് വേണ്ട. വെറുതെ ഒരു പ്രസംഗം കേട്ട് പോയിട്ട് പ്രയോജനമില്ല. അത് നിങ്ങളെ ന്യായവിധിയിലേക്ക് നടത്തും. എന്നാൽ ഒരു തീരുമാനമെടുത്താൽ, ഒരു സമർപ്പണത്തിലേക്ക് വന്നാൽ അത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കും. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, കർത്താവേ, എൻ്റെ ശിഷ്ടായുസ്, എൻ്റെ ആയുസ്സിൻ്റെ അന്ത്യം വരെ ഇനി നിന്നെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല. നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. എൻ്റെ യേശു മാത്രം മതി. രോഗം മാറിയാലും ഇല്ലേലും, പുതിയ വീട് കിട്ടിയാലും ഇല്ലേലും, ജോലി കിട്ടിയാലും ഇല്ലേലും, എന്തെല്ലാം നഷ്ടമായാലും ലാഭമായാലും യേശു മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലൊരു തീരുമാനമെടുക്കാം. ആ 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചു. യേശു മാത്രം മതി. യേശു മാത്രം മതി. സന്തോഷമായാലും സന്താപമായാലും, ലാഭമായാലും നഷ്ടമായാലും യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശുവേ, അങ്ങേ വിട്ട് ഒരു ജീവിതം ഒരിക്കലും എനിക്ക് വേണ്ട. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയാരുളും വൻകേരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയാരോടും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പനിമിഷങ്ങൾ തിരുവചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചത്. കർത്താവെ, ഞങ്ങൾ ഈ സഭയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ സഭയെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതിൻ്റെ തകർച്ചകളെ കർത്താവ് പരിഹരിക്കണം. ആത്മീകമായിട്ടുള്ള പാപ്പരത്വം ദൈവം മാറ്റണം. ഒരു സമൃദ്ധിയായ ജീവിതം ഈ സഭയിൽ ദൈവം അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ എല്ലാ കുടുംബങ്ങളെയും ഫലമേൽപ്പിക്കുകയാണ്.
ഒരാത്മീക ചൈതന്യം അവരിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിവാസം അവരിൽ കവിഞ്ഞൊഴുകട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പള്ളി നിറച്ച ആൾക്കാർ കടന്നു വന്ന് കർത്താവെ പരമാർത്ഥമായി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ ആലയമാണ് ഈ ആലയത്തെ അങ്ങ് രൂപപ്പെടുത്തണം. ഞങ്ങളുടെ പ്രിയ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. ശുശ്രൂഷകളെ വാഴ്ത്തണം. കണ്ണുനീരോടെ വിതയ്ക്കുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, കൂടുതലായിട്ടുള്ള കൃപ, കൂടുതലായിട്ടുള്ള വരം, കൂടുതലായിട്ടുള്ള ശക്തി നിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കണം. ഈ സഭയിലെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീക ദർശനം അധികമായി കൊടുക്കണമേ. പ്രാർത്ഥനയുടെ വരം കൊടുക്കണമേ. മുഴങ്കാല് മടക്കുവാനുള്ള കൃപ കൊടുക്കണമേ. കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി അവരുടെ മേൽ വ്യാപരിപ്പിക്കണമേ. കർത്താവ്, പ്രാർത്ഥിക്കുന്നവരൊരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ പിശാച് വിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ അപേക്ഷ, ഞങ്ങളുടെ യാതന കർത്താവ് സ്വീകരിക്കണമേ. ദൈവഹിതപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കണം കർത്താവേ. കർത്താവേ, വേദനയോടെ, രോഗത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കുക. നിന്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കർത്താവ് അറിയുന്നല്ലോ. സങ്കടങ്ങൾ കർത്താവ് അറിയുന്നല്ലോ. നൊമ്പരങ്ങൾ കർത്താവ് അറിയുന്നല്ലോ. ഈ പകൽക്കാലം ഞങ്ങൾ കർത്താവേ, നിന്റെ മക്കളുടെ എല്ലാവരുടെയും വേദനകൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ കർത്താവിൻ്റെ മുറിവേറ്റ പാദപീഠത്തിൽ ഇറക്കി വെക്കുകയാണ്. ആണിപ്പഴുതുള്ള കരത്താൽ, ആണിപ്പഴുതുള്ള കരത്താൽ അത്ഭുതകരമായ ഒരു വിടുതൽ ഈ പകൽ കർത്താവ് കൽപ്പിക്കണം. ഏത് തരത്തിലുള്ള വിങ്ങലുകളുമായി, നൊമ്പരങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവോ, പരിഹാരം അവിടുത്തെ പക്കലുണ്ടല്ലോ. ഇന്ന് തന്നെ പരിഹാരം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ കർത്താവേ, ഇന്ന് തന്നെ മറുപടി അയക്കണമേ. ഇല്ലെങ്കിൽ നിന്റെ സമയം വരെ കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. താഴ്ത്തിയേൽപ്പിക്കുന്നു. ഞങ്ങളുടെ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി, പാലക്കാട് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. COVID-19 രോഗം ഈ പട്ടണത്തിൽ നിന്ന് പരിപൂർണമായി നീങ്ങിപ്പോകുവാൻ, കേരളത്തിൽ നിന്ന് പരിപൂർണമായി നീങ്ങിപ്പോകുവാൻ, കാലവർഷക്കെടുതികളിൽ നിന്ന് ഞങ്ങളുടെ ജനം വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കോവിഡ് മൂലം ഒത്തിരി കുടുംബങ്ങൾ അനാഥമായി, എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളില്ലാത്തവരായി, എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാത്തവരായി, എത്രയോ കുടുംബങ്ങൾ നിരാലംബരായി. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ നിലവിളി സ്വീകരിക്കണമേ. കാലവർഷക്കെടുതിയിൽ നൂറുകണക്കിന് ആളുകളുടെ വീട് തകർന്നു, കൃഷി നഷ്ടപ്പെട്ടു, ഉപജീവന മാർഗങ്ങളെല്ലാം പോയി. കേരളത്തിലും ഉത്തരാഖണ്ഡിലും വിവിധ ഇടങ്ങളിൽ നെഞ്ചത്തടിച്ച് നെടുവേർപ്പെടുന്ന എത്രയോ ആളുകൾ. കർത്താവേ, യാതന സ്വീകരിക്കണമേ, പ്രാർത്ഥന സ്വീകരിക്കണമേ, കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കണമേ. മറുപടി തരണമേ, മറുപടി തരണമേ. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞങ്ങൾ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമാകയാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലന്റെ മേലും കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം വെച്ചാണ്ട് ഒരു കൊള്ള കണ്ടു കിട്ടിയ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ, ദൈവശക്തി മടങ്ങിപ്പോകുവാൻ, ദൈവകൃപയിൽ മടങ്ങിപ്പോകുവാൻ, ആനന്ദത്തോടെ മടങ്ങിപ്പോകുവാൻ അത്ഭുതകരമായ ഒരു ശക്തി ഈ പകൽക്കാലം വ്യാപരിപ്പിക്കണമേ. അടിയന്റെ മേൽ, അടിയങ്ങളുടെ മേൽ അത്യന്ത ശക്തി വ്യാപരിപ്പിക്കണമേ കർത്താവ്. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. സകല കുറവുകളും പ്രിയപുത്രനെ ഓർത്ത് ക്ഷമിക്കണം. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അനേക പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണം. ഇനി കർത്താവിൻ്റെ വഴിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ അടിയങ്ങളെ അനുവദിക്കല്ലേ, സമ്മതിക്കല്ലേ. വഴി ഇതാണ്, ഇതിൽ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് ആ വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തി നിത്യതയുടെ തീരത്ത് കർത്താവിനോടുകൂടെ യുഗായുഗം വാഴുവാൻ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണം. താഴ്ത്തിയേൽപ്പിക്കുന്നു. ഇത്രത്തോളം വ്യാപരിച്ച ദൈവമയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നതിനായി സ്തോത്രം. എന്നെ തൊട്ടതിനായി സ്തോത്രം. ഞങ്ങളെ തൊട്ടതിനായി സ്തോത്രം. അവിടുത്തെ സൗഖ്യം അയച്ചതിനായി സ്തോത്രം. അവിടുത്തെ വിടുതൽ അയച്ചതിനായി സ്തോത്രം. അവിടുത്തെ അത്ഭുത ശക്തിക്കായി സ്തോത്രം. എല്ലാ മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാണ് യേശു രക്ഷകന്റെ നാമത്തിൽ വിനീതമായി ചോദിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ആമേൻ. ഈ തിരുവചനത്താൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കിവിടെ വന്ന് അല്പസമയം നിങ്ങളുമായിട്ട് തിരുവചനം പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനവസരം ഒരുക്കി തന്ന എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ പ്രിയപ്പെട്ട മാത്യു റിച്ചനോടും ഈ സഭയോടും എനിക്കുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. 4 പ്രേയർ റിക്വസ്റ്റാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, തൻ്റെ മകൻ്റെ വിവാഹത്തിന് തടസ്സം മാറാനായിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, എങ്കിലും ദൈവം അത് കാണുന്നുണ്ടെന്ന്. മറ്റൊന്ന്, കോമൺ ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ പ്രകൃതി രോഗത്താലെ കഷ്ടപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. മറ്റൊന്ന്, ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന അപേക്ഷ, 2 കുഞ്ഞുങ്ങളുടെ പഠനം, അതുപോലെ സ്വന്തമായ അടുത്തൊരു ഭവനമില്ല, അത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവങ്ങളുടെ ആവശ്യം ദൈവം നിറവേറ്റി കൊടുക്കാൻ, വഴികളും പ്രാർത്ഥനകൾ തുറക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കേട്ടതുപോലെ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണീരോടെ വിതയ്ക്കാം. 4ാമത്തെ അപേക്ഷ, മോള് വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്നു, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ മകനും കുടുംബവും ദൈവസന്നിധിയിൽ അടുത്ത് വരുവാനായിട്ട് പ്രാർത്ഥിക്കണം. എന്നതാണ് അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളെ വളരെ പ്രാർത്ഥിക്കാം. കുടുംബ സമയം പ്രാർത്ഥിക്കാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയോ ഇന്നും എന്നും അന്യനല്ലവൻ. സ്തോത്രം. ഇന്നലെയോ ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. എന്നെ ചേർത്തിടും സാരമില്ലെന്നൂരിടും തന്മാവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെ ഇന്നും എന്നും അന്യനല്ലവൻ. സ്തോത്രം. ഇന്നലെയോ ഇന്നും എന്നും അന്യനല്ലവൻ. കരുണാസമ്പന്നനായ സ്തുതിക്കാണ്. ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത നല്ല അവസരം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു നന്ദി പറയുന്നു. കർത്താവ് നിങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി എല്ലാം അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളൊക്കെ നിങ്ങൾ കേട്ടുള്ള കർത്താവ്, അതിന് നിങ്ങളുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനഘോഷത്തിന്റെ ദാസനെ ബലപ്പെടുത്തട്ടെ. ശുശ്രൂഷകളെല്ലാം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകമായി പ്രാർത്ഥനാവിഷയമായി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെ പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ, നിങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവമാണല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണല്ലോ. കർത്താവെ നിങ്ങൾ ചോദിക്കുന്നതിനും നിരക്കുന്നതിനും അത്യന്തം പരമായി നിങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവം നിങ്ങൾക്ക് തുണയായി ഉള്ളതുണ്ടാക്കിയ വാഴ്ത്തുന്നു. കർത്താവെ ദൈവമേ, കർത്താസിൽ കർത്താവയുടെ വിഷയങ്ങൾ എഴുതി തന്നുവെങ്കിൽ കർത്താവെ സ്വർഗത്തിലെ ദൈവം കർത്താവെ നിങ്ങളുടെ സന്നിധിയിൽ അത് എഴുതിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. തക്കതായ മറുപടി കൃത്യസമയത്ത് കർത്താവെ നൽകുമാറാകണം. കർത്താവെ ദൈവയുടെ ഒരു ആഗ്രഹങ്ങളെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്തെന്നും നിങ്ങളുടെ അവസ്ഥ എന്തെന്നും അറിയുന്ന ഒരു ദൈവം കർത്താവെ നിങ്ങൾക്ക് തുണയായുള്ളതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കർത്താവെ ദൈവമേ, എഴുതിയതായിട്ടുള്ള ആവശ്യങ്ങളെ കർത്താവെ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് നിങ്ങൾ സമർപ്പിക്കുന്നു. ആ കടലാസിന്മേൽ കർത്താവെ അവരുടെ ജീവിതമാണല്ലോ കർത്താവെ, ദൈവമേ അവരുടെ ആഗ്രഹമാണല്ലോ കർത്താവെ, അതിന്മേൽ നിങ്ങളുടെ കരം വെച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ഞങ്ങൾ ചുരുങ്ങിയൊരു കൂട്ടമാണ് കർത്താവെ, എങ്കിൽ ദൈവമേ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ദൈവം കർത്താവിന്റെ മധ്യവേല ഇറങ്ങി വന്നിരിക്കുന്നതോ നന്ദി പറയുന്നു. കർത്താവെ തുടർന്നുള്ള ആ നിമിഷങ്ങളിൽ കർത്താവെ
നിങ്ങളുടെ കൃപയനുഭവിപ്പാൻ, നിങ്ങളുടെ അനുഗ്രഹം അനുഭവിപ്പാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കടന്നു വന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. തുടർന്നും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ വഴികളിൽ കൂടെ ഇരിക്കണമേ കർത്താവേ. കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും നിരാശകളും കർത്താവേ കിടന്നത് നിങ്ങളത് അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണല്ലോ കർത്താവേ. മഹാമാരിയും ദൈവമേ ജലപ്രളയവും പ്രകൃതികോപങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും ആഞ്ഞടിക്കുമ്പോൾ കർത്താവേ തിരുമാറിൽ നിങ്ങൾ അഭയം തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കണം നല്ല പിതാവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളാളുകളുടെ കുറവായിരുന്നെങ്കിൽ പ്രകാരം നമുക്കൊരു പ്രാർത്ഥന വീണ്ടും ഈ മാസം ക്രമീകരിക്കാൻ കൃപ തന്നു നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ നാളൊരു വിത്ത് നട്ടാൽ അന്നല്ല പിറ്റേ ദിവസമല്ല അതിന് ഫലം ലഭിക്കുക. അതിന് അതിൻ്റേതായ സമയമെടുത്തേക്കാം. എന്നാൽ നാം കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വിഫലമായി പോകുന്നില്ല. അത് ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് നമുക്ക് നൽകും. സൗഖ്യമായി, സമാധാനമായി, നന്മയായി നമുക്ക് തീരും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി എന്ന് വരണമെന്നില്ല. എന്നാൽ അങ്ങനെ പാടില്ല എന്നുമില്ല. എന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. ഒരു സംശയമില്ല. നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അങ്ങനെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഒരുപാട് നന്ദി പറയാനാണ് എൻ്റെ വിജയം. ആദ്യം ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയത്ത് ആരെയും കാണാൻ കിട്ടിയില്ല, വന്നില്ല. ദൈവം നമ്മൾ ഓരോ ദിവസവും വളരെ മനോഹരമായിട്ടാണ് വഴി നടത്തുന്നത്. ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് തന്നെ നമുക്ക് എത്ര സാക്ഷ്യം പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഒരുപാട് സാക്ഷ്യം പറയാൻ പറ്റും. ഞങ്ങളുടെ നമ്മുടെ ചർച്ചിൽ തന്നെ നമ്മുടെ ഒരു ടെലിഫോൺ പാസ് ചെയ്ത ടെലിഫോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ ഇറങ്ങി ആ ലെറ്റർ വേണം, ഈ ലെറ്റർ വേണം പറഞ്ഞ് പലവട്ടം നടന്നു. ചില സമയത്ത് നമുക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു പരിചയമുള്ള ആൾ വന്നു, അച്ഛൻ്റെ ആ ലെറ്റർ മതി, ബാക്കിയൊന്നും വേണ്ട പറഞ്ഞ് ഞങ്ങൾക്കത് പെട്ടെന്ന്. അപ്പോൾ ചില സന്ദർഭത്തിൽ ദൈവം മനോഹരമായി നടത്തുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനങ്ങളിൽ പോകുമ്പോൾ പല അപകടങ്ങളിലൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ദൈവത്തോട് നന്ദി പറയും. ഓരോ ദിവസവും നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് എത്രയോ നന്ദി പറയാം. ഒരു നന്ദിയെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരുടെ ആത്മീയ വർദ്ധനയ്ക്ക് നമ്മളത് അങ്ങനെ പറഞ്ഞാൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന് നമ്മളിനി ഉപവാസപ്രാർത്ഥനയ്ക്ക് വരും, പ്രയർ ഫെലോഷിപ്പ് നമ്മൾ ഇനിയിപ്പോൾ എല്ലാവരും ഉപവാസപ്രാർത്ഥനകളോട് എല്ലാവരും വരുമ്പോൾ നമ്മൾ അറിയണ ആൾക്കാരുടെ കൂടി അറിയിച്ച് അവരെയും കൊണ്ടുവന്നാൽ അവർക്കും കൂടി ഈ അനുഗ്രഹം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ളവരെയും കൊണ്ടുവരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നന്ദി പറയലുണ്ടോ, ആദ്യം നമുക്കിങ്ങനെ മനോഹരമായൊരു പള്ളി ദൈവം തന്നെന്ന് ഞാൻ നന്ദി പറയണം. അങ്ങനൊരു പള്ളി അതുള്ളതുകൊണ്ട് നമുക്ക് ഇത്ര പേർക്ക് ഇരിക്കാൻ പറ്റി. അങ്ങനൊരു ഫെലോഷിപ്പ് നടത്താൻ പറ്റുകയല്ലോ. അതിനോട് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ വന്നു ചേർന്ന ആരാധന കഴിഞ്ഞിരുന്ന സഭാജനങ്ങളോടുള്ള ഏറ്റവും വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. സഭാജനങ്ങളോട് നമ്മുടെ അടുത്ത അയൽസഭയായ നെന്മാറ സഭയിൽ നിന്ന് 1-2 പേര് വന്നിട്ട് അത് പോയി തോന്നുന്നു. അവരോടും നന്ദി പറയുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ക്രമീകരിക്കാൻ എല്ലാം നമ്മുടെ കൂടെ നിന്ന് ചെയ്തു തന്ന നമ്മുടെ അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതായത് ഉമ്മൻ ജോർജ് സാറോട് വളരെ മനോഹരമായൊരു പ്രസംഗമൊക്കെ നമുക്ക് പറഞ്ഞു തരും. പ്രാർത്ഥന എങ്ങനെ വേണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനി ആരോടെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരോടും നന്ദി പറയുന്നു കൂടി. അടുത്ത മാസത്തെ ഉപവാസപ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിയിപ്പ് നിങ്ങൾക്ക് പിന്നാലെ നൽകുന്നതാണ്. ഒരു പ്രാവശ്യം കൂടി വന്ന എല്ലാവരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. അതിനെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട സാധനങ്ങളൊന്നും അറിയിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കൂടി ദിവസത്തിൽ നമുക്ക് തരകളെ നടക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടുന്നത്, എന്റെ രാജ്യം കഴിയണമേ, എന്റെ ഇഷ്ടം സ്വർഗത്തിലേക്ക് മാറണം.
ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം കൊടുത്തത് ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചില്ല പോകുന്നു ഞങ്ങളുടെ കടകളെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പരീക്ഷിക്കരുതേ ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളത് ആശീർവാദം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിച്ച് നിരന്തരം വഴി നടത്തുന്ന പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് നിരന്തരമായ സത്സംഗവും സഹവാസവും കാണും നമ്മളെ നാമെല്ലാവരോടുകൂടി നാം ശ്രമിച്ച വചനത്തോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും ഇപ്പോഴും